ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയ ഓരോരുത്തരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനകളിൽ വലിയ വിടുതലുകളും അഭിഷേക്ത കർത്തൃദാസൻ മുൻപ് ഓർപ്പിച്ചതുപോലെ ഉപവാസ പ്രാർത്ഥനകൾ ദൈവത്തിലേക്ക് നാം അടുത്തു വരുന്നതും ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവിക വിശുദ്ധിയിലേക്ക് നമ്മെ കൂടുതൽ അടുത്തു പെരുമാറാക്കുന്ന, ദൈവഹിതത്തിനായി നമ്മളെ സജ്ജരാക്കുന്ന, ദൈവപ്രവർത്തികൾക്കായി നമ്മളെ ഒരുക്കുന്ന ദിവസങ്ങളാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുമ്പോൾ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ തങ്ങളെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പീൻ എന്നുള്ള ദൈവശബ്ദത്തെ അവർ കേൾക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ നിയോഗങ്ങൾ വെളിപ്പെടുന്ന സമയങ്ങളാണ്. വിടുതലുകളെക്കാട്ടിലുപരി, ഏതെങ്കിലും ഒരു മറുപടികളെക്കാട്ടിലുപരി ദൈവത്തിന്റെ നിയോഗങ്ങൾ വെളിപ്പെടുന്നതാണ്. ആകയാൽ നമ്മെക്കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗങ്ങൾ, വേർതിരിച്ചെടുക്കുന്ന നിയോഗങ്ങൾ കാണുവാൻ ഈ ഉപവാസ പ്രാർത്ഥനകൾ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിൽ മുൻപുള്ള സമയത്തെ വിനിയോഗിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് പ്രാരംഭമായി നിങ്ങളെ കൊണ്ടുവരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യം. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്ന്, നാഥാ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റു, കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. ഞാനതിന്റെ അവസാന ഭാഗം മാത്രം ഒരിക്കൽ കൂടെ വായിക്കുന്നു. യേശു എഴുന്നേറ്റു, കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. യേശു എഴുന്നേറ്റു, കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തത ഉണ്ടായി. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു എഴുന്നേറ്റു. എപ്പോഴാകുന്നു യേശു എഴുന്നേറ്റത്? ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തുമ്പോൾ. ശിഷ്യന്മാർ ഉണർത്തുമ്പോൾ യേശു എഴുന്നേറ്റു. യേശു കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. ശാന്തത ഉണ്ടായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനമായ ഒരു ഭാഗം യേശു കാറ്റിനെ ശാസിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില കാറ്റുകൾ ശാസിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന വെളിപ്പാട് അതാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില കാറ്റുകൾ ശാസിക്കപ്പെടുകയാണ്. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ പുതിയ നിയമത്തിൽ വ്യക്തമായി കാണുന്നു. യേശു എഴുന്നേൽക്കുന്നു, കാറ്റിനെ ശാസിക്കുന്നു, കാറ്റ് അമരുന്നു, വലിയ ശാന്തതയുണ്ടാകുന്നു. ദൈവജനത്തിന് ശാന്തതയുണ്ടാകണമെങ്കിൽ ദൈവജനത്തിന് വിരോധമായ ചില കാറ്റുകൾ അമരണം. കണ്ടോ, അവ അമർന്നു, ശാന്തതയുണ്ടായി. ദൈവത്തിന്റെ പൈതലെ, നിങ്ങളുടെ ശാന്തതയ്ക്ക്, നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക് നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും സാധ്യമാകാതെ ഇരിക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് ഞാൻ പറയട്ടെ, ചിലത് അമർന്നാൽ നിങ്ങൾക്ക് ശാന്തതയുണ്ടാകും. ചിലത് അമർന്നാൽ നിങ്ങൾക്ക് ശാന്തതയുണ്ടാകും. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ, നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിൽ, നിങ്ങളുടെ വിഷയങ്ങളിൽ ചിലത് അമരാതെ നിൽക്കുന്നതാണ് നിങ്ങളുടെ ശാന്തതയ്ക്കെതിരായി നിൽക്കുന്നത്. എങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ദൈവം എന്റെ ശാന്തതയ്ക്കായി ചിലതിനെ ദൈവം അമർത്താൻ പോകുന്നു. ചിലതിനെ ദൈവം അമരത്തക്കവണ്ണം ശാസിക്കുവാൻ പോകുന്നു. എന്റെ സഹോദരങ്ങളെ, ലൂക്കോസ് 8-ന്റെ 24 കടന്നു വരുമ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിക്കുന്നു, അത് അമരുന്നു എന്നാണ് കാണുന്നത്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 51-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിന്നെ യേശു അവരുടെ അടുക്കൽ ചെന്നു. യേശു അവരുടെ അടുക്കൽ ചെന്നു, അവരുടെ പടകിലേക്ക് കയറി, കാറ്റ് അമർന്നു. ഇവിടെ യേശു ശാസിക്കുന്നില്ല, ഇവിടെ യേശു അമർത്തുന്നില്ല. യേശു അവരുടെ അടുക്കലേക്ക് ചെന്നു. ഇൻ ഹിസ് പ്രസൻസ് യേശു അവരുടെ അടുക്കലേക്ക് ചെന്നു. അടുത്തതായിട്ട് പറയുകയാണ്, യേശു അവരുടെ പടകിൽ കയറി. ഹല്ലേലൂയ. കാറ്റ് അമർന്നു. എന്റെ സഹോദരങ്ങളെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ കാറ്റിനെ അമർത്തുവാൻ നാം പരിശ്രമിക്കേണ്ട, നാം പോരാടണ്ട, നാം ഒന്നും ചെയ്യണ്ട. കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വന്നാൽ, ദൈവ സാന്നിധ്യം നമ്മുടെ അടുക്കലേക്ക് വന്നാൽ, കർത്താവ് നമ്മുടെ പടകിലേക്ക് കയറിയാൽ, കർത്താവ് നമ്മുടെ വിഷയങ്ങൾക്കകത്തേക്ക് കയറിയാൽ, കർത്താവ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറിയാൽ, കർത്താവ് നമ്മുടെ വീട്ടിനകത്തേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവിനകത്ത്, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യേശു അവരുടെ അടുത്തേക്ക് വന്നു. യേശു അവരുടെ അടുക്കൽ ചെന്നു, പടകിൽ കയറി, കാറ്റമർന്നു. ഇൻ ഹിസ് പ്രസൻസ്, കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് ഭയങ്കരമായ ഒരു സ്വസ്ഥതയുണ്ടാകും. കർത്താവ് അടുത്തു വരുന്നു, പടകിൽ കയറുന്നു, കാറ്റ് അമരുന്നു. ഈ ദിവസത്തിൽ, ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവജനത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി
ദൈവം ചില കാറ്റുകളെ അമർത്തുവാൻ പോകുന്നുവെന്ന് ഞാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉറപ്പിലും വെളിപ്പാടിലും പറയുന്നു. അപ്പോൾ ചോദിക്കാം, എന്താണ് കാറ്റ്? എൻ്റെ സഹോദരങ്ങളെ, തിരുവെഴുത്തിൽ കാറ്റിനെ രണ്ട് വിധത്തിലാണ് നാം പഠിക്കുന്നത്. ഒന്ന്, ദൈവം കാറ്റിനെ ഉപയോഗിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. അവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അവൻ കാറ്റിന്റെ ചിറകിന്മേൽ ഇരുന്ന് പറപ്പിക്കുന്നു, കാറ്റിനെ വാഹനമാക്കുന്നു, മേഘങ്ങളിൽ സഞ്ചരിച്ച് കാറ്റിനെ മീതെ താൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും ദൈവജനത്തിന് വഴികൾ വാതിലുകൾ തുറക്കുവാൻ തക്കവണ്ണം ദൈവം കിഴക്കൻ കാറ്റുകൊണ്ട് ചെങ്കടലിനെ വിഭജിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ തിരുവെഴുത്തിൽ പോസിറ്റീവ് സെൻസിൽ നമുക്ക് ദൈവത്തിന്റെ കാറ്റിനെ കാണുവാൻ കഴിയും. കാറ്റിന്റെ നേരെ പ്രവചിക്കുന്ന പ്രവാചകനായ യെഹെസ്കേൽ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാറ്റ് വന്ന് നിഹതന്മാരായ അസ്ഥികൾ ജീവിച്ചെഴുന്നേറ്റ് സൈന്യമായി മാറുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയൊക്കെ കാറ്റ് അനുകൂലമായിരിക്കുന്നതിനെ കാണുവാൻ കഴിയും. ഉത്തമഗീതത്തിൽ കാന്ത വിളിച്ചു പറയുകയാണ്, നീ എൻ്റെ തോട്ടത്തിലേക്ക് വന്ന് ഊതുമെങ്കിൽ എൻ്റെ തോട്ടത്തിൽ നിന്ന് സൗരഭ്യം പുറത്തു വരും എന്ന് പറയുന്ന കാറ്റിനെ. ഇതൊക്കെ പരിശുദ്ധാത്മാവിന് നിഴലായി നമുക്ക് കാണുവാൻ കഴിയും. പെന്തക്കോസ്ത് നാളിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ആകാശത്ത് നിന്ന് കൊടുങ്കാറ്റ് പോലെ ഒരു വലിയ മുഴക്കമുണ്ടായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയത് ചുഴലിക്കാറ്റാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാവ് ഹോരേബ് പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടതുപോലും ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുന്നോടിയായി പാറകളെ പിളർന്ന് ഭൂകമ്പമുണ്ടായി പാറകളെ കീറി പിളർന്നു പോയത് കൊടുങ്കാറ്റാകുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ ദൈവത്തിന്റെ കാറ്റുകൾ എന്ന വിഷയത്തെ നാം പഠിക്കുമ്പോൾ ഭയങ്കരമായ ഒരു അനുകൂല കാറ്റിനെ നമുക്ക് പഠിപ്പാൻ കഴിയും. അത് ദൈവത്തിന്റെ കാറ്റുകളാണ്. എന്നാൽ ഈ ദൈവത്തിന്റെ കാറ്റുകൾ അല്ലാതെ ദൂതന്മാർ പിടിച്ചു നിർത്തുന്നതായ കാറ്റുകളെ നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൂതന്മാർ 4 ദൂതന്മാർ ആകാശത്തിന്റെ 4 കാറ്റുകളെ ഭൂമിയുടെ 4 ദിക്കുകളിലായി പിടിച്ചു നിർത്തുന്നതിനെ കാണുവാൻ കഴിയും. ഭൂമിയുടെ യാതൊരു വൃക്ഷത്തിന്റെ മേലും ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന് മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് കണ്ടു. അവിടെ കാറ്റിനെ പിടിച്ചു നിർത്തുന്ന ദൂതന്മാരെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ കാറ്റ് ഭൂമിമേലൂതിയാൽ, ആ കാറ്റ് സമുദ്രത്തിന്മേലൂതിയാൽ, ആ കാറ്റ് വൃക്ഷങ്ങളുടെ മേൽ ഊതിയാൽ അത് നാശനഷ്ടങ്ങൾ വരുത്തുന്ന കാറ്റാണ്. സക്കറിയ പ്രവചനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടെ അനർത്ഥത്തിന്റെ ഒരു കാറ്റ് ദൈവത്തിന്റെ ന്യായവിധിയുടെ ചൂടോടുകൂടി വരുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ കാറ്റിനെ 2 തലത്തിൽ നമുക്ക് പഠിപ്പാൻ കഴിയും. ഒന്ന്, അനുഗ്രഹകരമായ കാറ്റ്. 2, തിന്മയായ കാറ്റ്. ഈ തിന്മയായ കാറ്റിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി കർത്താവ് ചില കാറ്റുകളെ ശാസിക്കുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന വെളിപ്പാടിനെ ഞാൻ കൈമാറുവാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാറ്റിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നു. ദൈവം ചില കാറ്റുകളെ അമർത്തുവാൻ പോകുന്നു, ശാന്തത വരുവാൻ പോകുന്നു. ഏതാണ് ഈ കാറ്റുകൾ? യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി എന്നവിടെ എഴുതിയിരിക്കുന്നു. യെശയ്യാ 7:2. അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹൃദയം ഉലഞ്ഞു പോകുന്ന ഹൃദയത്തെ ഉലയ്ക്കുന്ന ഒരു കാറ്റിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ഒരു കാറ്റ്, ധൈര്യത്തെ കെടുത്തുന്നതായ ഒരു കാറ്റ്. ഏതാണ് ഈ കാറ്റിന്റെ പിമ്പിലുള്ള ശക്തി എന്തെന്ന് കണ്ടോ? അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നുവെന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടി. നമുക്കറിയാം, ശലോമോന്റെ കാലത്തിന് ശേഷം ഇസ്രായേൽ 2 രാഷ്ട്രങ്ങളായിട്ടാണ് പോകുന്നത്. സദേൺ കിങ്ഡം, നോർത്തേൺ കിങ്ഡം. നോർത്തേൺ കിങ്ഡം, വടക്കേ രാജ്യം എന്ന് പറയുന്നത് ദാവീദിന്റെ ഗ്രഹം അല്ലെങ്കിൽ യഹൂദ രാജ്യമാണ്. എന്നാൽ യഹോശഫാത്ത്, ആസ തുടങ്ങിയ രാജാക്കന്മാരൊക്കെയും ഈ യഹൂദ്യ രാജ്യത്തിലാണ്. എന്നാൽ അപ്പുറത്തേക്ക് വരുമ്പോൾ തെക്കേ രാജ്യം ഇസ്രായേൽ രാഷ്ട്രത്തെ എഫ്രൈം ഗ്രഹം എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ ഹോശേയ പ്രവചനം പഠിക്കുമ്പോൾ എഫ്രൈം മറിച്ചിടാത്ത ദോശ, എഫ്രൈം നീ എന്റെ വാത്സല്യപുത്രനല്ലയോ, ഇങ്ങനെ എഫ്രൈമെ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. ഇത് യോസഫിന്റെ മൂത്ത മകനായിരിക്കുന്ന എഫ്രൈമിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇളയവനെ മൂത്തവനാക്കിയ ആ എഫ്രൈമിനെ കുറിച്ച് അല്ല പറയുന്നത്. പകരം ഇസ്രായേൽ ആസ് എ ഹോൾ നേഷൻ,
അതിന്റെ 10 ഗോത്രങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ആ ഇസ്രായേലിയ രാഷ്ട്രത്തെയാണ് എഫ്രൈം എന്ന് വിളിച്ചു പറയുന്നത്. ഞാൻ ആ വാക്യത്തിന്റെ അറിവിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ ദാവീദ് ഗൃഹം എന്ന് പറയുന്നത് ജൂയിഷ് കിങ്ഡം, യഹൂദ്യ രാജാവാണ്. എഫ്രൈം എന്ന് പറയുന്നത് ഇസ്രായേൽ കിങ്ഡമാണ്. അപ്പൊ ഇവർ വാസ്തവത്തിൽ സഹോദരങ്ങളാണ്. ഇവർ ഒരപ്പന്റെ മക്കളാണ്. ഒരപ്പന്റെ മക്കളായി ഒരേ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. സാഹചര്യവശാൽ ശലോമോന്റെ മകനായിരിക്കുന്ന രെഹബയാവിന്റെ ചില ബുദ്ധികേടുകൾ കൊണ്ട് ആ കുടുംബത്തിൽ ഒരു പിളർപ്പ് വന്നതാണ്. എന്നാൽ പിൽക്കാലത്ത് ഈ രാഷ്ട്രം വീണ്ടും ഒന്നായി ചേരേണ്ടത് ആവശ്യകതയാണ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ സഹോദരങ്ങളെ. സംഭവിച്ച പ്രശ്നം ഇതാണ്. ഇപ്പോൾ അരാമും എഫ്രൈമും കൂടെ ഒരുമിക്കുകയാണ് ദാവീദ് ഗൃഹത്തിനെതിരായി. എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരൻ തന്റെ ശത്രുവിനോട് ചേർന്ന് ദാവീദ് ഗൃഹത്തോട് യുദ്ധം ചെയ്യുകയാണ്. തന്റെ കൂടപ്പിറപ്പ് തന്റെ ശത്രുവിനോടുകൂടെ ചേർന്ന് ദാവീദിന് ഗൃഹത്തിനെതിരെ, യഹൂദന് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ്. അതിനെ നോക്കിയിട്ട് പറയുകയാണ്, കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റിനാൽ ഉലയും പോലെ എന്റെ ദാവീദ് ഗൃഹത്തിന്റെ ഹൃദയം ഉലഞ്ഞുപോയി എന്ന്. വാസ്തവമല്ലേ സഹോദരങ്ങളെ? ഇന്ന് ഇതിനകത്തിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഈ കാറ്റടിച്ചതിന്റെ ഓർമ്മ കാണും. വിശ്വസിച്ച സഹോദരങ്ങൾ, കൂട്ടുവിശ്വാസികൾ, കൂടപ്പിറപ്പുകൾ, നിങ്ങൾ അറിയാത്ത അധമന്മാരായ ശത്രുക്കളോട് ചേർന്ന് നിന്ന് നിങ്ങളെ പരിഹസിക്കുകയും നിങ്ങൾക്കെതിരെ കമന്റ് പറയുകയും നിങ്ങൾക്കെതിരെ കഥ എഴുതുകയും നിങ്ങൾക്കെതിരെ ഗൂഢാലോചന തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നതാണ് ഈ കാറ്റ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. ആമേൻ. സാധാരണമായി കാട്ടിലെ വൃക്ഷങ്ങളൊന്നും കാറ്റിനകത്ത് ഉലയത്തില്ല കേട്ടോ. കാട്ടിലെ വൃക്ഷങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാ. വരുന്ന കാറ്റുകളൊക്കെ ഇങ്ങനെ അതിന്റെ മുകളിൽ കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ ഈ കാട്ടിലെ വൃക്ഷത്തിന് പോലും ഉലച്ചിൽ തട്ടുന്നതായ ഒരു കാറ്റ്. നമ്മൾ വിശ്വാസത്തിലൊക്കെ നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ നമ്മളെ അധൈര്യപ്പെടത്തക്കവണ്ണം, നമ്മൾക്ക് നിൽക്കാൻ കഴിയുമോ എന്ന് തോന്നത്തക്കവണ്ണം ഉള്ളതായിട്ടുള്ള ഒരു കാറ്റിനെ അവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. എന്നാൽ യേശു അടുക്കൽ ചെന്നു, പടകിൽ കയറി കാറ്റിനെ അമർത്തി ശാന്തതയുണ്ടായി എന്ന്. ഇന്ന് പകൽ ഈ രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പറയട്ടെ, അകാരണമായി വെറുതെ നിങ്ങൾക്കെതിരെ ശത്രുക്കളായി നിൽക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ശത്രുക്കളും കൂടെ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി നിങ്ങൾക്കെതിരെ ചില കാറ്റുകളെ അഴിച്ചുവിടുമ്പോൾ ഇന്ന് രാത്രികാലം കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആ കാറ്റുകളെ പരിശുദ്ധാത്മാവ് അമർത്തിക്കളയുന്നു. ആ കാറ്റ് അടങ്ങുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാന്തതയുണ്ടാകുന്നു. നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ചവർ നിങ്ങളുടെ ശത്രുക്കളോടുകൂടെ ചില അലയൻസുകൾ ഉണ്ടാക്കുമ്പോൾ, ചില കൂട്ടുകെട്ടുകളുടെ കൈകോർക്കുമ്പോൾ അധൈര്യപ്പെടരുത്. അരാമും ഇസ്രായേലും കൂടെ യോജിച്ചപ്പോൾ ദാവീദ് ഗൃഹത്തിന്റെ ഹൃദയം ഉലയുന്ന ഒരു കാറ്റായിരുന്നുവെങ്കിൽ ആ കാറ്റിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് ദാവീദ് ഗൃഹത്തെ ഉറപ്പിച്ചു നിർത്തിയെങ്കിൽ, ദാവീദിന്റെ കൂടാരത്തെ എഴുന്നേൽപ്പിച്ചു നിർത്തിയെങ്കിൽ, ദാവീദിന്റെ സിംഹാസനത്തെ സംരക്ഷിക്കേണ്ടതിന് ദൈവം തന്റെ സുപുത്രനെ ഭൂമിയിലേക്ക് അയച്ചെങ്കിൽ, ഈ രാത്രി നിങ്ങൾ അധൈര്യപ്പെടരുത്. ഈ രാത്രി നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾക്കെതിരായ കാറ്റിനെ, ചില ശത്രുവിന്റെ കൂട്ടുകെട്ടുകളുടെ കാറ്റിനെ ദൈവം അമർത്തുവാൻ പോകുന്നു. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒന്നാമത്തെ കാറ്റ് നിങ്ങളെ മെന്റലി സ്ട്രെസ് ചെയ്യുന്ന ചില ഈവിൽ അലയൻസസിന്റെ കാറ്റുകളാണ്. പരിശുദ്ധാത്മാവ് കാറ്റിനെ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ശാസിക്കുമെന്ന് ദൈവം എനിക്ക് നൽകിയ വെളിപ്പാടിനെ കൈമാറുന്നു. രണ്ടാമതായി ചില കാറ്റുകളുടെ പ്രത്യേകത എന്ത് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, കാറ്റിന്റെ പ്രത്യേകത അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആ 27-ാം അധ്യായം മാത്രമായിട്ട് ഒരു ദിവസം എടുക്കേണ്ട ഭാഗമാണ്. അങ്ങനെ ഞാൻ അതിനെ ഒന്ന് തൊട്ട് അതിനകത്തെ ആ മെയിൻ തീം മാത്രം ഞാൻ പറഞ്ഞിട്ട് പോകാം. 27-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി ക്നീനോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. അടുത്ത ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. കാറ്റ് സമ്മതിക്കായികയാൽ, കാറ്റ് സമ്മതിക്കായികയാൽ. ഇവിടെ ഒരു കാറ്റിനെ നമുക്ക് കാണുവാൻ കഴിയും. ഹിൻഡറിങ് ദ പ്രോഗ്രസ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് പറയട്ടെ, ചില കാറ്റുകളെ ദൈവം ശാസിക്കാൻ പോവുകയാണ്. ഏതാണ് ആ കാറ്റ്? ആ കാറ്റ് ചിലതിനെ സമ്മതിക്കാത്ത കാറ്റ്. നിങ്ങളുടെ പ്രോഗ്രസിനെ ബ്ലോക്ക് ചെയ്യുന്ന, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ ബ്ലോക്ക് ചെയ്യുന്ന, നിങ്ങൾ എത്തേണ്ട ഇടത്ത് എത്താതെ. ആ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ പതുക്കെ പതുക്കെ പതുക്കെ, ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി. ഒരു ദിവസമല്ല, 2 ദിവസമല്ല പതുക്കെ ഓടിയത്. ഒത്തിരി ദിവസങ്ങൾ ഇവരുടെ ലൈഫ് സ്ലോ ആകാൻ തുടങ്ങി. ഇവരുടെ പ്രോസസ് സ്ലോ ആകാൻ തുടങ്ങി. ഇവരുടെ ജേർണി
ജേർണി സ്ലോ ആകാൻ തുടങ്ങി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില കാറ്റുകളെ ശാസിക്കുന്നു. നിന്റെ പ്രോഗ്രസിനെ സ്ലോ ഡൗൺ ചെയ്യിക്കുന്ന, നീ മുമ്പോട്ട് പോകാതെ വണ്ണം നിന്റെ വഴിയെ സ്ലോ ആക്കുന്ന, നിന്റെ ശുശ്രൂഷയെ ഒതുക്കി, നിന്റെ ജീവിതത്തെ ഒതുക്കി, നിന്റെ പ്രതീക്ഷകളുടെ മേൽ മണ്ണ് വാരിയിടുന്ന ചില കാറ്റുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കാലം ശാസിക്കുന്നത് കൊണ്ട് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചില പ്രോഗ്രസ്സുകളെ പരിശുദ്ധാത്മാവ് അത് കാറ്റലൈസ് ചെയ്യുന്നത്, അത് ഭയങ്കരമായി സ്പീഡപ്പ് ചെയ്യുന്ന ദിവസങ്ങളാകുന്നു ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എന്റെ സഹോദരങ്ങളെ, 27-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, അവിടെ പല ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. 27-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 27-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, 27-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, ഇങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 27-ാം അധ്യായത്തിന്റെ ഈ 40-ാം വാക്യം, ഇവിടെയൊക്കെ നാം കാണുമ്പോൾ കാറ്റ് ഒരു മനുഷ്യനെ തകർക്കുന്ന വിവിധ ഭാഗങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. പ്രധാനമായും 4 ഭാഗങ്ങളാണ് ഈ കാറ്റുമായി ബന്ധപ്പെട്ട് 27-ാം അധ്യായത്തിൽ പറയുന്നത്. 1, കാറ്റ് സമ്മതിക്കുന്നില്ല. 2, നിൽക്കാതെ വണ്ണം വിരോധമായി അടിക്കുന്ന കാറ്റ് 15-ാം വാക്യത്തിൽ. 3-മതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് 18-ാം വാക്യത്തിൽ, ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട്, നമ്മളെ അലയുമാറാക്കുന്ന ഒരു കാറ്റ്. വീണ്ടും അതിന്റെ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നങ്കൂരമറുത്ത് കടലിൽ വിട്ട് ചുക്കാന്റെ കെട്ടുമഴിച്ച് പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്തു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്ന അളവിലേക്ക് നമ്മുടെ കൺട്രോളിൽ നിന്ന് കാര്യങ്ങളെ പിടിച്ചു കളയുന്ന ചുക്കാന്റെ കെട്ടഴിച്ച്, എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബോക്സ് അഴിച്ചു കളഞ്ഞിട്ട്, സ്തോത്രം, കാറ്റിനി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കൺട്രോളിൽ നിന്ന് കാര്യങ്ങളെ പറിച്ചു കളയുന്ന ഒരു കാറ്റ്. ആമേൻ. എന്നാൽ യേശു അവരുടെ അടുക്കൽ ചെന്നു, പടകിൽ കയറി കാറ്റിനെ ശാസിച്ചു. എന്റെ സഹോദരങ്ങളെ, ഈ പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ഒരു ഭാഗത്തെ അതിന്റെ 18-ാം വാക്യത്തിൽ പറയുകയാണ്, മുൻപോട്ട് വിടാതെ സമ്മതിക്കാതെ നിൽക്കുകയാണ് ഈ 7-ാമത്തെ വാക്യത്തിലെങ്കിൽ, അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഈ കൊടുങ്കാറ്റ് അത്യന്തം ഞങ്ങളെ അലയുമാറാക്കി. ഈ അലച്ചിലിനകത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഞങ്ങൾ ചരക്കിനെ പുറത്തു കളഞ്ഞു. ഒത്തിരി പ്രതീക്ഷയോടെ വലിച്ചു കയറ്റിയ ചരക്ക്, അത് അടുത്ത ഹാർബറിൽ ചെല്ലുമ്പോൾ, അടുത്ത പോർട്ടിൽ ചെല്ലുമ്പോൾ പ്രോഫിറ്റ് ആകേണ്ടതായ ചില ചരക്കുകൾ, ഇതൊക്കെ ഇപ്പോൾ വഴിയിൽ എന്ത് ചെയ്യുകയാണ്? കളഞ്ഞു കുളിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയ താലന്തുകളെ കളഞ്ഞു കുളിക്കത്തക്കവണ്ണം, ദൈവം നിങ്ങൾക്ക് നൽകിയ പൊട്ടൻഷ്യാലിറ്റിയെ കളഞ്ഞു കുളിക്കത്തക്കവണ്ണം, ദൈവം നിങ്ങൾക്ക് നൽകിയ ബ്ലെസ്സിങ്ങുകളെ കളഞ്ഞു കുളിക്കത്തക്കവണ്ണം, ഇനി എനിക്ക് കൃപ വേണ്ട, ഇനി എനിക്ക് താലന്ത് വേണ്ട, ഇനി എനിക്ക് ഈ എഡ്യൂക്കേഷൻ വേണ്ട, ഇനി എനിക്ക് പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഇനിയും എനിക്ക് എക്സ്പീരിയൻസ് വേണ്ട, ഇനി എനിക്ക് ഫാമിലി ലൈഫ് വേണ്ട, ഇനി എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇവർ ഈ ചരക്കിനെ പുറത്തു കളയുകയാണ്. ഇന്ന് രാത്രി നിന്റെ പൊട്ടൻഷ്യാലിറ്റിയെ തകർത്തു കളയാൻ, നിന്റെ താലന്തുകളെ ഉടച്ചു കളഞ്ഞ് നിന്നെ ഒരു വെറും കപ്പലായി അടുത്ത പോർട്ടിൽ എത്തിക്കാൻ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ദൈവം നിന്റെ മേളിൽ ഇൻവെസ്റ്റ് ചെയ്ത, ദൈവം നിന്റെ മേളിൽ ലോഡ് ചെയ്ത അൽധോ നഗഞ്ചനെ മാരേ ഗരം പ്രവശാലം പ്രൗഢമാനി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് 2 വാക്കുകളെ എനിക്ക് നൽകുന്നു. ഒക്കോ റമസ്യ പ്രവാനിയ, കർത്താവ് നിന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത, കർത്താവ് നിന്റെ മേൽ ലോഡ് ചെയ്ത, ഓ പരിശുദ്ധാത്മാവിന് നന്ദി. അപാലക പ്രൗഷമം പ്രവാചകം പ്രേമനം പരാതകം പ്രൗഢവ കർബനാദി. ആ താലന്തുകൾ നീ അങ്ങേ പോർട്ടിൽ എത്തിക്കത്തില്ലെന്ന്, നീ അതിന്റെ പ്രോഫിറ്റ് പിടിക്കത്തില്ലെന്ന്, നിന്റെ മേലുള്ള ദൈവകൃപയുടെ പ്രോഫിറ്റ്, നിന്റെ മേലുള്ള ദൈവിക ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോഫിറ്റ്, നിന്റെ മേലുള്ള ദൈവിക താലന്തുകളുടെ പ്രോഫിറ്റ് നിനക്ക് കിട്ടുകയില്ല, നീ അത് കടലിൽ തള്ളുമെന്ന് വാദിക്കുന്ന കാറ്റുകളെ ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ, ദൈവത്തിന്റെ കാറ്റിനകത്ത് ഞാൻ ശാസിക്കുന്നു. Holy Spirit, Halbara Katana Jagam Pravajagam, Rudaram Pravasham Palajagam Pravdima Karbolama Pravasyathanaja. സ്തോത്രം. എന്റെ സഹോദരങ്ങളെ, 1-ാമത്തെ കാറ്റ് ചില മെന്റൽ സ്ട്രെസ്സുകളെ കൊണ്ടുവരത്തക്കവണ്ണം ഈവിൽ അലയൻസസിന്റെ കാറ്റുകളാണ്. കർത്താവ് ആ കാറ്റിനെ ശാസിക്കുന്നു. 2, പ്രോഗ്രസ് ഹിൻഡറിംഗ് വിൻഡ്, ദൈവം അതിനെ ശാസിക്കുന്നു. ആ പ്രോഗ്രസ് ഹിൻഡറിംഗ് വിൻഡ് പ്രബലപ്പെടുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യാലിറ്റിയെ, നമ്മുടെ താലന്തുകളെ, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ
ദൈവത്തിന്റെ ലോഡുകളെ, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ ഇൻവെസ്റ്റ്മെന്റുകളെ നശിപ്പിച്ചു കളയുകയാണ്. എന്റെ സഹോദരങ്ങളെ, കപ്പലിന് ലോഡുണ്ട്. ആ കപ്പലിന്റെ ലോഡ് അതിന്റെ പ്രോഫിറ്റ് ആണ്, അതതിന്റെ ബ്ലെസ്സിങ് ആണ്. ദൈവം നമ്മുടെ മേൽ വയ്ക്കുന്ന ഭാരങ്ങൾ, അതിന്റെ പിമ്പിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. മുമ്പേ അഭിഷക്ത കുഞ്ഞുങ്ങൾ പാട്ടുപാടുമ്പോൾ ആവർത്തിച്ചു പറഞ്ഞില്ലേ, എന്നെ തകർക്കുവാനോ എന്നെ മുടിക്കുവാനോ അല്ല, ഇതിന്റെ പിമ്പിൽ ചില പ്രോഫിറ്റ് ദൈവം കണ്ടിട്ടുണ്ട്. ആകയാൽ ദൈവികമായ ലോഡുകൾ അത് നമ്മുടെ ബേർഡനുകളല്ല, അത് പ്രോഫിറ്റബിൾ ലോഡാണ്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ടെ, എല്ലാ പ്രശ്നങ്ങളും ബേർഡനുകളല്ല, ചിലതൊക്കെ പ്രോഫിറ്റബിൾ ലോഡുകളാണ്. അധൈര്യപ്പെടാതെ ധൈര്യപ്പെട്ട് കാലടികളെ മുമ്പോട്ട് വെച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അതിനെ തകർക്കാൻ തക്കവണ്ണം വ്യാപരിക്കുന്ന കാറ്റുകളെ ദൈവം ശാസിക്കുന്നു. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ കാറ്റിന്റെ അടുത്ത പ്രത്യേകത എന്ത് എന്ന് നാം പഠിച്ചാൽ, കാറ്റ് തകർക്കുന്ന കാറ്റാണ്. കാറ്റ് തകർക്കുന്ന കാറ്റ്. ഞാനൊരു ഭാഗം നിങ്ങളെ കാണിക്കാം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കാറ്റ് വന്നു. ഹോലി സ്പിരിറ്റ്, ഇന്ന് രാത്രി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറപ്പെടാത്ത സകല കാറ്റുകളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഹോലി സ്പിരിറ്റ് ചില കാറ്റുകളെ അതിന്റെ ഉത്ഭവ സ്ഥാനത്തു തന്നെ ദൂതന്മാരിറങ്ങി പിടിച്ചു കെട്ടുന്നത് കൊണ്ട് സ്തോത്രം. ജോബിന്റെ പുസ്തകം 1:19. ഹോലി, പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്നു. അടുത്ത ഭാഗത്ത് പറയുകയാണ്, അത് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. അബാല ഹസ്യ പ്രവൗഡിയ ബരാധന. വീടിന് നേരെ വരുന്ന മരുഭൂമിയിൽ നിന്നുള്ള കാറ്റ്, ആ കാറ്റ് ചുമ്മാതെ വരികയല്ല, വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചെന്ന്. എന്റെ സഹോദരങ്ങളെ, വീടിന്റെ 4 മൂല എന്ന് പറയുമ്പോൾ സാധാരണമായ ഒരു കാറ്റ് വന്നാൽ വീടിന്റെ 2 കോർണറിലെ അടിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങേ അറ്റം പോയാൽ 3 കോർണറിൽ അടിക്കാം. 4 കോർണറിൽ നിങ്ങളുടെ അടിക്കുവാൻ കഴിയുന്ന ഒരു കാറ്റില്ല. കാരണം ഒരു കാറ്റ് മരുഭൂമിയിൽ നിന്ന് ഒരു ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ഈ കാറ്റ് 4 മൂലയ്ക്കും കടന്നു വരികയാണ്. അതൊരു യൂണിഡയറക്ഷണൽ അല്ല, അത് വട്ടം ചുറ്റുന്നതായ ഒരു കാറ്റ്. ഈ കാറ്റ് എന്താണ് ചെയ്യുന്നത്? വീടിന്റെ ബലമേറിയ ഭാഗങ്ങളെ കയറി പിടിക്കുകയാണ്. വീടിന്റെ മൂലക്കടിച്ചു. വീടിന്റെ മൂല എന്ന് പറഞ്ഞാൽ വീടിന്റെ പില്ലറുകൾ നിൽക്കുന്ന സ്ഥലമാണ്. സ്തോത്രം. ദൈവസഭയ്ക്കെതിരെ ഇന്ന് രാത്രി ഞാൻ ദൈവസഭയെ, അഭിഷക്ത ഗണങ്ങളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിൽ ഞാൻ സീൽ ചെയ്യുന്നു. യേശുവിന്റെ രക്തത്തിൽ എല്ലാ ദൈവമക്കളും ശുശ്രൂഷയിൽ ആഗ്രഹിക്കുന്ന, കൃപയിൽ ആഗ്രഹിക്കുന്ന ദൈവമക്കളെല്ലാം യേശുവിന്റെ രക്തമധരം തുറന്നു പറഞ്ഞാട്ടെ. Proclaim the blood of Jesus. Seal yourself in the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ നിങ്ങളെ തന്നെ മുദ്രയിട്ടെ. യേശുവിന്റെ രക്തത്തിൽ നിങ്ങളെ തന്നെ മുദ്രയിട്ടെ. ഞാൻ ആ വെളിപ്പാട് പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങളെ തന്നെ യേശുവിന്റെ രക്തത്തിൽ കവർ ചെയ്തേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കവർ ചെയ്തേ. നിങ്ങൾ വീഡിയോ ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും അതിനെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ നിങ്ങളുടെ അധരങ്ങൾ തുറന്നിരിക്കണം ഈ സമയം. ഇത് ഞാൻ വെറുതെ പ്രസംഗിച്ചു പോവുകയല്ല. എന്റെ ദൈവമക്കളെ, എന്റെ സഹോദരങ്ങളെ പോലെ ഞാൻ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് നിങ്ങളെ തന്നെ കുഞ്ഞാടിന്റെ രക്തത്തിൽ കവർ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ കവർ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. സീലിംഗ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ രക്തത്തിൽ ഞങ്ങളെ തന്നെ കവർ ചെയ്യുന്നു. ഹോലി സ്പിരിറ്റ്. കണ്ടോ, വീടിന്റെ 4 മൂല നോക്കിയാ കാറ്റടിക്കുന്നത്. ആമേൻ. വീടിന്റെ എവിടെങ്കിലും അല്ല കാറ്റടിക്കുന്നത്, വീടിന്റെ മൂലയ്ക്ക് എന്ന് പറഞ്ഞാൽ വീടിന്റെ മൂലയ്ക്ക് എന്നല്ല അർത്ഥം. വീടിന്റെ പ്രബലമായ, വീടിന്റെ പവർ പില്ലറുകളിലാണ് കാറ്റ് പിടിക്കുന്നത്. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിൽ സഭയുടെ പില്ലറുകളെ നോക്കി, കുടുംബത്തിന്റെ പില്ലറുകളെ നോക്കി, ഓർഗനൈസേഷന്റെ പില്ലറുകളെ നോക്കി വീശുന്ന കാറ്റുകൾ യേശുവിന്റെ നാമത്തിൽ അടങ്ങട്ടെ. ഒരു മരുഭൂമിയിൽ നിന്നൊരു കാറ്റ് വന്ന് വീടിന്റെ
പവർ സ്റ്റോണുകളെ, അതിന്റെ സ്ട്രോങ് പില്ലറുകളെ നോക്കി അടിച്ചു 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 അടിച്ചു. എന്നിട്ട് അടുത്തത് പറയുകയാണ്, അത് യൗവനക്കാരുടെ മേൽ വീണു. അത് യൗവനക്കാരുടെ മേൽ വീണു. മരണകരമായി തകർത്തു കളയുന്നതായ ഒരു കാറ്റ്, തകർത്തു കളയുന്നതായ ഒരു കാറ്റ്. എന്റെ സഹോദരങ്ങളെ, ഇതൊരു വീടിനെ മാത്രമല്ല തകർക്കുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, കാറ്റ് ആ വീടിന്മേൽ അലച്ചു, അത് വീണു എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ കാറ്റ് ഒരു വീടിന് നേരെ അടിക്കും. കാറ്റ് പക്ഷെ വീടിന് നേരെ മാത്രമല്ല അടിക്കുന്നത്. വീട് എന്ന് പറയുമ്പോൾ ഒന്ന്, അത് ഫാമിലിയാണ്. വീട് എന്ന് പറയുമ്പോൾ രണ്ട്, അത് ചർച്ചാണ്. ഒരു വീട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയ്ക്കും ഒരു കുടുംബത്തിനും നിഴലാണ്. എന്നാൽ വീടിന് നേരെ മാത്രമല്ല ഈ കാറ്റ് അടിക്കുന്നത്. 48-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞാനിത് പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിച്ചു പോവുകയാണെങ്കിലും ഞാൻ ഇതിന്റെ ഒരല്പം ഡെപ്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ ഈ വാക്യങ്ങളെ ദൈവമക്കൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വീക്ഷണത്തോടെ ഈ പോയിന്റുകൾ ഒരു പെർസ്പെക്റ്റീവായിട്ട്, നിങ്ങളുടെ പ്രയർ പെർസ്പെക്റ്റീവായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കണ്ടോ, കാറ്റൊന്ന് വീടിന് നേരെ അടിച്ചു. അതാണ് ഞാൻ യോബ് 1:19 പറഞ്ഞത്. അത് യൗവനക്കാരെ, അടുത്ത തലമുറയെ നശിപ്പിക്കത്തക്കവണ്ണമുള്ള ഫാമിലിക്കും ചർച്ചിന്റെയും പവർ സ്റ്റോണുകൾക്കെതിരെയുള്ള കാറ്റാണ്. എന്നാൽ അതിന്റെ അടുത്തത് സങ്കീർത്തനം 48ലേക്ക് കടന്നു വരുമ്പോൾ, 48-ാം സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കിഴക്കൻ കാറ്റ് താർസീസ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. തർശീസ് കപ്പലുകളെ ഉടച്ചു കളയുന്ന, കപ്പലിനെ ഉടച്ചു കളയുന്ന കാറ്റ്. കണ്ടോ, രണ്ട് കാറ്റാണ്. ഒന്ന് വീടിനെ അടിക്കുന്ന കാറ്റ്, വീടിനെ നശിപ്പിക്കുന്ന കാറ്റ്. രണ്ട്, സ്തോത്രം, വീടിനെ മാത്രമല്ല, സ്തോത്രം, ഇവിടെ കപ്പലുകളെ നശിപ്പിക്കുന്ന കാറ്റ്. എന്റെ സഹോദരങ്ങളെ, കപ്പല് നശിച്ചാൽ എന്ത് സംഭവിക്കും? കപ്പല് നശിച്ചാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, കപ്പല് എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ മെറ്റീരിയൽ ലെവലാണ്, മെറ്റീരിയൽ റലമാണ്, അവന്റെ ഫിനാൻഷ്യൽ റലമാണ്. കപ്പല് തകർന്നാൽ അവന്റെ ബിസിനസ് പൊട്ടി, കപ്പല് തകർന്നാൽ അവന്റെ പ്രൊഫഷൻ പൊട്ടി, കപ്പല് തകർന്നാൽ അവന്റെ ഫിനാൻഷ്യൽ റലം പൊട്ടി എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. ഇന്ന് രാത്രികാലം കപ്പലിനെ നീ കിഴക്കൻ കാറ്റുകൊണ്ട് താർസീസ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവജനത്തിന്റെ ഉപജീവന മേഖലകൾ യേശുവിന്റെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കട്ടെ. ഒരു കാറ്റും നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക്, ബിസിനസ്സുകൾക്ക്, നിങ്ങളുടെ പ്രൊഫഷന്, നിങ്ങളുടെ റെപ്യൂട്ടേഷന്, പൊസിഷന് നേരെ ഒരു കാറ്റും അടിക്കാൻ അനുവദിക്കരുത്. യേശു അവരുടെ അടുക്കൽ ചെന്നു, പടകിൽ കയറി, കാറ്റ് അമർന്നു, കാറ്റ് അമർന്നു. ചില കാറ്റുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് അമരണം. ഓഫീസിനകത്തുള്ള സകല ഈവിൽ അലയൻസസിന്റെ കാറ്റുകളും ഇന്ന് രാത്രി ഇതിനകത്ത് അടങ്ങണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരത്തിൽ ജപം പ്രൗഢബാനി ആ കാറ്റുകളെ ഞാൻ പിടിച്ചു കെട്ടുന്നു. എന്റെ സഹോദരങ്ങളെ, കാറ്റ് ഒന്ന്, അതായത് ഒരു ഫിനാൻഷ്യലാണ്, ഫിനാൻഷ്യൽ റലത്തെ കാണിക്കുകയാണ്. എന്നാൽ സാമ്പത്തികം മാത്രമല്ല കാറ്റ് എന്ന് പറയുന്നത്, ഈ കപ്പല് എന്ന് പറയുന്നത്, സ്തോത്രം, ഒരു മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണ്. കടലിനെ മറികടന്നുള്ള ബന്ധം, റിലേഷനാണ്. കപ്പല് ചെന്നാലേ ബന്ധം നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ കപ്പലിനെ, തർശീശിന്റെ കപ്പലുകളെ ഉടച്ചു കളയുന്ന കാറ്റ് കണ്ടോ, നശിപ്പിക്കുന്ന വിൻഡ് ഓഫ് ഡിസ്ട്രക്ഷൻ. അതൊരു ഫാമിലിക്ക് നേരെ വരാം, അതൊരു പ്രൊഫഷന് നേരെ വരാം, അതൊരു ചർച്ചിന് നേരെ വരാം, അതൊരു മിനിസ്ട്രിക്ക് നേരെ വരാം, അതൊരു മനുഷ്യന്റെ പേഴ്സണാലിറ്റിക്ക് നേരെ വരാം. ഇങ്ങനെ 5 വിധത്തിൽ ഈ കാറ്റ് പ്രബലമായി ഒരു മനുഷ്യനെതിരെ വരാം. ഒന്ന്, അവന്റെ കുടുംബജീവിതത്തെ തകർക്കാൻ. 2, അവന്റെ പ്രൊഫഷനെ തകർക്കാൻ. 3, അവന്റെ മിനിസ്ട്രിയെ തകർക്കാൻ. 4, അവന്റെ പേഴ്സണാലിറ്റിയെ തകർക്കാൻ. 5, അവന്റെ സഭയെ തകർക്കാൻ കാറ്റ് വീശും സഹോദരങ്ങളെ. പക്ഷേ അവർ യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, അവ അമർന്നു, ശാന്തതയുണ്ടായി. ശാന്തത പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകും, ശാന്തത ഫാമിലിക്കകത്തുണ്ടാകും, ശാന്തത പ്രൊഫഷനകത്തുണ്ടാകും, ശാന്തത ചർച്ചിനകത്തുണ്ടാകും. എവിടെയെങ്കിലും അശാന്തി പടരുന്ന, അസ്വസ്ഥത പടരുന്ന കാറ്റുകൾ വീശുന്നുവെങ്കിൽ യേശുവിന്റെ രക്തം പറഞ്ഞ് ജയമെടുക്കട്ടെ. ഹോളി സ്പിരിറ്റ്,
ഞാൻ 3 കാറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഈവിൽ അലയൻസസ് കൊണ്ട് നമ്മുടെ മനസ്സിനെതിരെ ഉയരുന്ന കാറ്റ്. 2, നമ്മുടെ പ്രോഗ്രസിനെ ബ്ലോക്ക് ചെയ്യുന്ന കാറ്റ്. 3, വിൻഡ് ഓഫ് ഡിസ്ട്രക്ഷൻ. 4ാമത്തെ കാറ്റിലേക്ക് ഞാൻ കടന്നു വരാം. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വാക്യമാണത്. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം. ഞാൻ മിക്കവാറും എൻ്റെ ശുശ്രൂഷകളിൽ ഞാൻ പറയുന്ന ഒരു വാക്കാണ്. എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ ആവർത്തിച്ചു പറയുന്ന ഒരു ഭാഗമാണ്. 25-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ. ആ വാക്യം ഒരു ഭയങ്കര വാക്യമാകട്ടോ. ഏത് പ്രതിസന്ധിക്കകത്തും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ്. കർത്താവേ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവൻ ഒരു ദുർഗവും, ദരിദ്രൻ അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. എന്നാ വാക്യമാണെന്നറിയോ, എന്നാ പ്രാർത്ഥനയാ. എന്റെ സഹോദരങ്ങളെ, ഈ വാക്യം നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രാർത്ഥനകൾ പറയണം. ദൈവമേ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ അടിക്കുമ്പോൾ, കർത്താവേ, നീ എളിയവൻ ഒരു ദുർഗവും, ദരിദ്രൻ അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലുമാകുന്നപ്പാ. നമ്മുടെ പ്രാർത്ഥിക്കുവാൻ എത്ര നല്ല വാചകങ്ങളാണ് ഇതെന്നറിയാമോ? അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന കാറ്റ് ഇതാണ്. സ്തോത്രം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കും. ഇവിടെ പറയുന്ന കൊടുങ്കാറ്റ് ഏതാണെന്നറിയാമോ? ഭയങ്കരന്മാരുടെ ചീറ്റൽ. മലയാളത്തിൽ ഭയങ്കരന്മാരെന്നാണ് എഴുതിയിരിക്കുന്നത്. തമിഴിൽ കൊടുമയാനവർകൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നത് റൂത്ത്ലെസ് മെൻ, കരുണയില്ലാത്ത മനുഷ്യർ, നിഷ്കരുണം പെരുമാറുന്ന ചില മനുഷ്യർ. അവർ കാറ്റുപോലെ മതിലിന്റെ നേരെ അടിക്കും. ചില കരുണയില്ലാത്ത മനുഷ്യർ, കരുണയില്ലാത്ത മനുഷ്യർ, ദയയില്ലാത്ത മനുഷ്യർ. ഞാനതിനെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയും, കൃപയില്ലാത്ത മനുഷ്യർ, കൃപയില്ലാത്ത മനുഷ്യർ. ആമേൻ. സെക്യുലർ വേൾഡിൽ റൂത്ത്ലെസ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, കരുണയില്ലാത്തതെന്നൊക്കെ ആണെങ്കിൽ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൃപയില്ലാത്തവനാണ്. കരുണയില്ലാത്തവനെന്ന് പറഞ്ഞാൽ അവന് കൃപയില്ല. സ്നേഹമില്ലാത്തവനെന്ന് പറഞ്ഞാൽ അവന് കൃപയില്ല. ആമേൻ. പെട്ടെന്ന് കോപിക്കുന്നവൻ, അവന് കൃപയില്ലാഞ്ഞിട്ടല്ലേ അവൻ കോപിക്കുന്നത്. പെട്ടെന്ന് മുഖം വീർപ്പിക്കുന്നവൻ, അവന് കൃപയില്ലാഞ്ഞിട്ടാണെന്നേ. പെട്ടെന്ന് വഴക്കുണ്ടാക്കുന്നവൻ, അവന് കൃപയില്ലാഞ്ഞിട്ടാ. ചതി ചെയ്യുന്നത്, അത് കൃപയില്ലാഞ്ഞിട്ടാ. വഞ്ചന ചെയ്യുന്നത് കൃപയില്ലാഞ്ഞിട്ടാ. എന്റെ സഹോദരങ്ങളെ, നമ്മളൊക്കെ ദൈവഭയം കൊണ്ടും ദൈവകൃപ കൊണ്ടും അല്ലേ നല്ലവരായി തീർന്നത്. അല്ലാതെ നമ്മളുടെ ഒന്നും സ്വഭാവത്തിനകത്ത് നമ്മൾ ഏതെങ്കിലും മെറ്റീരിയൽ കലക്കിയത് കൊണ്ടല്ലോ. ആകയാൽ ഒരു മനുഷ്യൻ വിശുദ്ധനാണെങ്കിൽ അവൻ കൃപ ലഭിച്ചവനെന്ന് അതിന്റെ അർത്ഥം. ഒരു മനുഷ്യൻ വഴക്കാളിയാണെങ്കിൽ അവന് കൃപയില്ലെന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഇവിടെ പറയുന്നത് ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കും. ഈ ചീറ്റൽ എന്ന് പറയുന്നതിന്, ആമേൻ, അതിന് ഇംഗ്ലീഷിലെ ചില ട്രാൻസ്ലേഷനുകൾ നോക്കുമ്പോൾ ബ്രെത്ത് ഓഫ് ദ റൂത്ത്ലെസ്, അവന്റെ കാറ്റ് പോലും എന്തായിരിക്കും പറയാം, ക്രൂരതയുള്ളവന്റെ കാറ്റ് പോലും, അതൊരു ക്രൂരതയുള്ളവന്റെ ശ്വാസം പോലും അതൊരു കൊടുങ്കാറ്റായി മാറ്റപ്പെടുമെന്ന്. എന്റെ സഹോദരങ്ങളെ, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ചില നിഷ്കരുണതയെ, കാരുണ്യമില്ലാത്ത, കരുണയില്ലാത്ത, കുറച്ചും കൂടെ സിമ്പിളായി എന്റെ മലയാളത്തിൽ ഞാൻ പറഞ്ഞാൽ മര്യാദ കെട്ട ചില മനുഷ്യർ മര്യാദയില്ലാതെ നിങ്ങൾക്കെതിരെ പെരുമാറുമ്പോൾ, സ്വർഗം അതിനെ ഒരു കൊടുങ്കാറ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് സ്വർഗം പറയും, ഞാൻ അതിനെ സമ്മതിക്കത്തില്ലെന്ന്. കേട്ടോ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ ദൈവം എളിയവന് വേണ്ടി ഒരു ദുർഗമായിട്ട്, ദരിദ്രന് ഒരു കോട്ടയായിട്ട്, കൊടുങ്കാറ്റിൽ ഒരു ശരണമായിട്ട് നിന്നിട്ട് ദൈവം അവനൊരു തണല് വിരിക്കുമെന്ന്. ഇന്ന് രാത്രികാലം നിങ്ങൾക്കെതിരെ ഏത് കൊടിയ ദുഷ്ട മനുഷ്യർ, ഏത് അഹങ്കാരത്തോടും അഹന്തയോടും കൂടെ നിങ്ങൾക്കെതിരെ എത്ര പ്രവർത്തികൾ ചെയ്താലും നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് സഹോദരങ്ങളെ. നിങ്ങളുടെ മനസ്സ് കലങ്ങരുത് ദൈവമക്കളെ. നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായി
ഓർത്തിരിക്കണം, നിങ്ങൾക്കെതിരെ ഏത് ദുഷ്ടൻ, ഏത് കരുണയും മനസ്സലിവും ഇല്ലാത്തവനെ എത്ര ക്രൂരതയോടെ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റാലും ആ കാറ്റിനെ ശാസിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. ഒരുപക്ഷെ അവൻ നിന്റെ കളറ് കണ്ടോ, നിന്റെ നാഷണാലിറ്റി കണ്ടോ, നിന്റെ ക്രീഡ് കണ്ടിട്ടോ അവൻ നിന്നോട് ക്രൂരമായി പെരുമാറട്ടെ. നിന്റെ ബോസ് ആയിരിക്കട്ടെ, നിന്റെ ഖലീഗ ആയിരിക്കട്ടെ, നിന്റെ സ്റ്റാഫ് ആയിരിക്കട്ടെ, ആരുമായിരിക്കട്ടെ, നിനക്കെതിരെ ക്രൂരതയുടെ കാറ്റിനെ അവൻ അഴിച്ചു വിടുമ്പോൾ സ്വർഗം പറയുകയാണ്, റൂത്ത്ലെസ് മെൻ, കരുണയില്ലാത്ത മനുഷ്യർ നിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ കടന്നു വരുമ്പോൾ, നീ എളിയവനായിരിക്കുമ്പോൾ ഞാൻ നിനക്കൊരു ഉറപ്പുള്ള ശരണവും കോട്ടയും ദുർഗവുമായി ഐ വിൽ പ്രൊട്ടക്ട് യു. ഇന്ന് രാത്രികാലം ചില ദുഷ്ടന്മാരുടെ ക്രൂരന്മാരുടെ കാറ്റിനെ ദൈവം അടച്ചു കളയുകയാണ്. ഹോളി സ്പിരിറ്റ്. ആമേൻ. നാലാമത്തെ കാറ്റ് കരുണയില്ലാത്ത മനുഷ്യരുടെ കാറ്റാണ്. ഞാനൊരു അല്പം കൂടെ വേഗതയിൽ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിന്റെ 6 വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത കാറ്റിനെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. അവിടെ കണ്ടോ, കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞിരിക്കുന്ന 7 കതിർ. അപ്പൊ ഈ കാറ്റ് എന്ത് ചെയ്തു? ഈ കാറ്റ് ചിലതിനെയൊക്കെ കരിച്ചു കളഞ്ഞു. ഈ കാറ്റ് ചിലതിനെയൊക്കെ കരിച്ചു കളഞ്ഞു. ഞാൻ 1-2 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരാം. ജീവിതത്തിൽ ചില നന്മകളെ കരിച്ചു കളയുന്ന കാറ്റ്, ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങളെ, നിങ്ങളുടെ പ്രോസ്പെറിറ്റിയെ, നിങ്ങളുടെ വെൽബീയിങ്ങിനെ, നിങ്ങളുടെ നന്മയെ, നിങ്ങളുടെ ഫ്രൂട്ട്ഫുൾനെസ്സിനെ കരിച്ചു കളയുന്ന കാറ്റ്. ഈ വിഷയത്തിനകത്ത് ഞാൻ പ്രധാനപ്പെട്ട 3 വാക്യങ്ങളെ നിങ്ങളെ കാണിക്കാം. ഞാൻ ഒരു പ്രസംഗമായിട്ട് പറഞ്ഞു പോവുകയല്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഈ പെർസ്പെക്റ്റീവിൽ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആകയാൽ ഞാൻ ഇതിനെ ആവർത്തിച്ച് ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട 3 വാക്യങ്ങളെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഫറവോൻ കണ്ട സ്വപ്നത്തിനകത്ത് കിഴക്കൻ കാറ്റ് അടിച്ചപ്പോൾ കരിഞ്ഞുപോയ കതിരുകളെ കണ്ടു. നല്ല വിത്താണ് വിതച്ചത്, നല്ല വളവിട്ടതാണ്, നല്ല നിലത്താണത് വിതച്ചത്, അതിനു വേണ്ടിയ പരിചരണങ്ങളെല്ലാം നൽകിയതാണ്, അത് നല്ലതായി കതിരായതാണ്. പക്ഷെ ഒരു കിഴക്കൻ കാറ്റ് അടിച്ചപ്പോൾ അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അത് പിന്നീട് പതിരായി പോയി എന്നാണ് പറഞ്ഞത്. നീ അനുഭവിക്കേണ്ട നന്മകളെ ഇല്ലാതാക്കി കളയുന്ന കാറ്റ്, നിന്റെ പ്രോസ്പെറിറ്റിയെ, നിന്റെ വെൽബീയിങ്ങിനെ ഇല്ലാതാക്കി കളയുന്ന കാറ്റ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ആ കാറ്റുകളെ ദൈവം അടക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഞാൻ അടുത്ത 2 വാക്യങ്ങളെ കാണിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ കാറ്റ്, കരിച്ചു കളയുന്ന കാറ്റെന്ന് പറയുന്നത് വെറുതെ നമ്മൾ നിസ്സാരമായി വിട്ടുകളയേണ്ട കാറ്റല്ല. ഹോശയ്യ പ്രവചനം 13 അധ്യായം 15 വാക്യം, ഹോശയ്യ 13:15, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ തന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഫലപുഷ്ടിയുള്ളവനായിരുന്നാലും, അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവൻ ഫലപുഷ്ടിയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും. കണ്ടോ, ഫലപുഷ്ടിയുള്ള ഒരുത്തന്റെ നേരെ, ഒരു ഫ്രൂട്ട് ഈൽഡിങ് മാന് നേരെ, ഒരു ഫ്രൂട്ട്ഫുൾ മനുഷ്യന് നേരെ ഒരു കാറ്റ് വീശാൻ തുടങ്ങി. അടുത്തത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവന്റെ ഉറവ് വറ്റി കിണർ ഉണങ്ങി പോകുവാൻ തക്കവണ്ണം, അവന്റെ ഉറവ് വറ്റി കിണർ ഉണങ്ങി പോകുവാൻ തക്കവണ്ണം യഹോവയുടെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് വരും. കണ്ടോ, മരുഭൂമിയിൽ നിന്നൊരു കാറ്റ് വന്നിട്ട് എന്തോ ചെയ്യുകയാണ്? അവന്റെ ഉറവുകളെ വറ്റിച്ച് അവന്റെ കിണറിനെ ഉണക്കിക്കളഞ്ഞിട്ട് ഈ വൃക്ഷത്തിന്റെ ഫലങ്ങളെ ഇല്ലാതാക്കി കളയുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ നിങ്ങളുടെ ഉറവുകളെ, നിങ്ങളുടെ റിസോഴ്സസിനെ യേശുവിന്റെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിച്ചാട്ട്, നിങ്ങളുടെ റിസോഴ്സസിനെ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ സൂക്ഷിച്ചു പ്രാർത്ഥിച്ചാട്ട്, എന്റെ സഹോദരങ്ങളെ, ഒരു ചെറിയ നന്മയുടെ റിസോഴ്സ് ആയിരുന്നാൽ പോലും അത് കട്ടാകരുത്. ഇന്ന് രാത്രി എന്റെ ജനത്തിനു വേണ്ടി, എന്റെ കർത്താവിന്റെ പൊന്നു മക്കൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ റിസോഴ്സ് ഒന്നും ബ്ലോക്ക് ആകാതിരിക്കട്ടെ, ഇവരുടെ നന്മകൾ ഒന്നും ബ്ലോക്ക് ആകാതിരിക്കട്ടെ. ഉറവ് വറ്റിക്കുന്ന കാറ്റുകൾ, കിണറിനെ ഉണക്കിക്കളയുന്ന കാറ്റുകൾ, ഫലപുഷ്ടിയുള്ള വൃക്ഷങ്ങളെ ഫലമില്ലാതെ ഉണങ്ങി കരിയുമാറാക്കുന്ന കാറ്റുകൾ, കതിരിനെ കരിയിക്കുന്ന കാറ്റുകൾ, ദൈവജനത്തിന്റെ പ്രോസ്പെറിറ്റിക്കെതിരായി, ദൈവജനത്തിന്റെ വെൽബീയിങ്ങിനെതിരായി, ദൈവജനത്തിന്റെ അബണ്ടൻസിനെതിരായി, അപാചരം പ്രൗഢി പ്രവാശ്യം പ്രബോധകം ജനം ധരാതിയ സകല തിന്മയുടെ കാറ്റുകളും യേശു അടുക്കൽ
വന്ന് പടകിൽ കയറി കാറ്റ് അമർന്നു. റിസോഴ്സസിനെ ബേൺ ഔട്ട് ചെയ്യുന്ന, റിസോഴ്സസിനെ നശിപ്പിച്ചു കളയുന്ന, ഉറവുകളെ വറ്റിച്ചു കളയുന്ന, കിണറിനെ ഉണക്കിക്കളയുന്ന സകല കാറ്റുകളും ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കപ്പെടട്ടെ. ഞാൻ മുൻപേ പറഞ്ഞില്ലേ, ഇതൊരു പ്രസംഗമായി നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇന്ന് രാത്രി ഉപവാസത്തിന്റെ ദിനങ്ങളല്ലേ, ഇന്ന് രാത്രി നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്ലീഡ് ചെയ്യുകയാണ്, ഇന്ന് രാത്രി പിന്നെയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. എന്റെ റിസോഴ്സസിനെ നശിപ്പിക്കുവാൻ, എന്റെ പ്രോസ്പെറിറ്റിയെ നശിപ്പിക്കുവാൻ വീശുന്ന സകല കാറ്റുകളും യേശുവിന്റെ നാമത്തിൽ നിർത്തൽ ചെയ്യപ്പെടട്ടെ എന്ന് എന്റെ പൊന്നു സഹോദരങ്ങൾ പ്രാർത്ഥിക്കണം. ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചു കയറണം. ഉറവിനെ വറ്റിച്ച് കിണറിനെ ഉണക്കിക്കളയുന്ന, കണ്ടോ, ഉറവിനെ വറ്റിച്ച് കിണറിനെ ഉണക്കിക്കളയുന്ന ഒരു കാറ്റ് ഇന്ന് രാത്രി ഞാൻ എന്റെ സഹോദരങ്ങളുടെ അടുക്കൽ പച്ചയ്ക്ക് ചോദിക്കട്ടെ, ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ കാറ്റ് നിങ്ങളുടെ വീട്ടിൽ അടിച്ചത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ പിതാക്കന്മാരിലോ നിങ്ങളുടെ അമ്മമാരിലോ നിങ്ങളിലോ എവിടെയെങ്കിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ലൈഫിലേക്ക് ഒരു വല്ലാത്ത കാറ്റ് വന്നു, റിസോഴ്സസ് വറ്റി, കിണറുകൾ ഉണങ്ങി, ജീവിതത്തിൽ ഒരു വല്ലാത്ത പോവേർട്ടി കയറി വന്നു, ജീവിതത്തിൽ ഒരു വല്ലാത്ത ക്രൈസിസ് കയറി വന്നു. ആ ക്രൈസിസിന്റെ പിമ്പിൽ ഒരു കാറ്റുണ്ടായിരുന്നു, ആ ഞെരുക്കത്തിന്റെ പിമ്പിൽ ഒരു കാറ്റുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി നിനക്ക് നന്മ ലഭിച്ചുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ടെങ്കിൽ, അപ്രതീക്ഷിതമായി നിനക്ക് നന്മ വന്നുകൊണ്ടിരുന്ന ഒരു ക്ലയന്റ് നിന്നെ വിട്ടിട്ട് പോയി എങ്കിൽ, ഇന്ന് രാത്രി നീ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, അതിന്റെ പുറകിൽ ഒരു അന്യായ കാറ്റുണ്ട്. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ അധികാരത്തിൽ നീ പിടിച്ചു കയറ്. ആ കാറ്റ് ശാസിക്കപ്പെടും. കണ്ടോ, ഒന്ന് കതിരിനെ പതിരാക്കി കളയുന്ന കാറ്റ് ഫറവോൻ കണ്ടു. രണ്ട്, ഹോശിയ ലോ സഖേ റികം ധനം ജഗം പ്രവഞ്ചരം പ്രവോരി വാടി ഗംഭരക്ഷരം റബന്ധനം ജഗം പ്രവഞ്ചരം പ്രവാശിബേലിവം പ്രവഖരോതി അടഗതനക ജാലദേനി വൈഡവ പ്രവസ്യോല മഹത്തരാതി. ഹോശിയ 13:15 ഉറവിനെ വറ്റിച്ച് കിണറിനെ ഉണക്കുന്ന കാറ്റ്. വീണ്ടും അതിനോട് ചേർത്ത് ഞാൻ പുതിയ നിയമത്തിൽ ഒരു വാക്യം നിങ്ങളെ കാണിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി, പൂ ഉതിർന്നു, അതിന്റെ രൂപഭംഗി കേട്ടുപോകുന്നു. അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. എന്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സൂര്യൻ ഉദിക്കുമ്പോ പൂവ് എന്തോ ചെയ്യും? സൂര്യൻ ഉദിക്കുമ്പോ പൂവ് വിടരും. സൂര്യൻ ഉദിക്കുമ്പോ പുല്ല് തെളിഞ്ഞു വരും. സൂര്യൻ ഉദിക്കുമ്പോ അതിന്റെ രൂപഭംഗിയൊക്കെ, തലേ രാത്രിയിൽ മൊട്ടായിട്ട് നിന്ന പൂവൊക്കെ സൂര്യൻ ഉദിക്കുമ്പോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കും. പക്ഷെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? സൂര്യൻ ഉദിച്ചപ്പോൾ അതിന്റെ കൂടെ ഒരു സംഗതിയും കൂടെ വന്നു, ഒരു ഉഷ്ണക്കാറ്റ്. അപ്പൊ എന്തോ സംഭവിച്ചു? സൂര്യൻ ഉഷ്ണക്കാറ്റോടുകൂടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങിപ്പോയി. വളരേണ്ടിയ പുല്ല് എന്തോ ചെയ്തു? ഉണങ്ങിപ്പോയി. വിടരേണ്ടിയ പൂ എന്തോ ചെയ്തു? ഉതിർന്നുപോയി. ഭംഗി ഉണ്ടാകേണ്ടിയ ചെടിക്ക് എന്തോ പറ്റി? ഭംഗി കെട്ടുപോയി. കണ്ടോ? ഒരു ഭാഗത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, യാക്കോബ് അപ്പോസ്തലൻ എന്ത് ജ്ഞാനത്തോടു കൂടിയാ പറയുന്നത്? സൂര്യൻ ഉഷ്ണക്കാറ്റോടുകൂടി ഉദിച്ചാൽ, സൂര്യൻ ഉദിച്ചാൽ നടക്കുന്നത് മുഴുവൻ ബ്യൂട്ടിഫുൾ പ്രോസസ്സാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു വല്ലാത്ത കാറ്റ് കയറി വന്നാൽ വല്ലാത്ത സംഗതികളാണ് അവിടെ നടക്കുന്നത്. കണ്ടോ, ഞാൻ കാറ്റിന്റെ 3 കാര്യങ്ങൾ പറഞ്ഞു. കതിരിനെ കരിയിച്ചു കളയും. 2, റിസോഴ്സസിനെ വറ്റിച്ച് കിണറുകളെ ഉണക്കിക്കളയും. 3, അതിന്റെ ബ്യൂട്ടിയെ, പൂവിനെ നശിപ്പിച്ചു കളയും. കതിരിനെ, റിസോഴ്സിനെ, ബ്യൂട്ടിയെ. ഹോളി സ്പിരിറ്റ്, ഇന്ന് രാത്രി ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ച് കാറ്റിനെ ശാസിക്കണം. നിന്റെ കതിര് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ലേബറാണ്. വെറുതെ ഒരു കതിരുണ്ടായി വരത്തില്ല കേട്ടോ. സീഡിട്ട് അതിന് നന്നായി വെള്ളം കോരി വളവിട്ടിട്ടാ ഇത് കതിരായത്. നിന്റെ ലേബറിനെ നശിപ്പിക്കുക. 2, നിന്റെ റിസോഴ്സിനെ നശിപ്പിക്കുക. 3, നിന്റെ ബ്യൂട്ടിയെ നശിപ്പിക്കുക. ഇതിനുവേണ്ടി ഒരു കാറ്റ് വീശിയാണ് കരിയിച്ചു കളയുക.
ഇന്ന് രാത്രി കർത്താവിനോട് ചേർന്നിരുന്ന് ദൈവകൃപയ്ക്കകത്ത്, യേശുവിന്റെ രക്തത്തിനകത്ത് നമുക്ക് മറയാം. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തിൽ മാത്രം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും തിരുസന്നിധിയിലായിരിക്കുന്ന ജനത്തെ ഞാൻ ദൈവകരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കതിരുണക്കി കളയുന്നത് പോലെ ഇവരുടെ ലേബർ വെയിൻ ആക്കുവാൻ തക്കവണ്ണം, ഇവരുടെ അധ്വാനങ്ങളെ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം. രണ്ട്, ഇവരുടെ റിസോഴ്സസിനെ ഡ്രൈ ആക്കി കളയുവാൻ. മൂന്ന്, ഇവരുടെ ബ്യൂട്ടിയെ, ലൈഫിന്റെ ബ്യൂട്ടിയെ, ഇവരുടെ ശരീരത്തിന്റെ ബ്യൂട്ടിയെ, ഉല്ലാസ്യ പ്രവാനി, ഇവരുടെ ഏതെങ്കിലും ഒരളവിലുള്ള ബ്യൂട്ടിയെ നശിപ്പിക്കുവാൻ വീശുന്ന ഏത് കാറ്റിന്റെ അധികാരമായിരുന്നാൽ യേശുവിന്റെ നാമത്തിൽ അത് ബ്ലോക്ക് ചെയ്യപ്പെടട്ടെ. In Jesus' name. In Jesus' name. In Jesus' name. Victory in the blood of Jesus. എന്റെ സഹോദരങ്ങളെ, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഇവിടെ സമയമേറെ അവസാനിക്കുന്നത്. ആറാമത്തെ കാറ്റിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ആറാമത്തെ കാറ്റ് ഇതിനോടനുബന്ധമായി പഠിക്കേണ്ട കാറ്റാണ്. വെള്ളം പോലെ ഭയം. ഇയ്യോബിന്റെ പുസ്തകം 27-ാം അധ്യായം 20-ാം വാക്യം. ഇയ്യോബ് 27:20. വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു, രാത്രിയിൽ കൊടുങ്കാറ്റ് അവനെ കവർന്നുകൊണ്ടു പോകുന്നു. The wind that steals, കവർന്നുകൊണ്ടു പോകുന്നു. അടുത്ത ഭാഗം 27-21. കിഴക്കൻ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പോയി പോകുന്നു, അവന്റെ സ്ഥലത്ത് നിന്ന് അതവനെ പാറ്റിക്കളയുന്നു. ഈ കാറ്റ് രണ്ട് കാര്യങ്ങളാ ചെയ്യുന്നത്. The wind that steals something from you, നിന്നിൽ നിന്ന് ചിലതിനെ അവൻ മോട്ടിച്ചുകൊണ്ട് പോകുന്നു. രണ്ട്, നിന്റെ സ്ഥലത്തു നിന്ന് നിന്നെ പാറ്റിക്കളയുന്നു. ദൈവം നിന്നെ നിർത്തിയ സ്ഥലത്തു നിന്ന് നിന്നെ മാറ്റിക്കളയുവാൻ പരിശ്രമിക്കുന്നു. ഇയ്യോബ് 27:20-21. നിന്റെ നന്മകളെ മോട്ടിക്കുകയും നിന്റെ സ്ഥാനത്തു നിന്ന് നിന്നെ തെറിപ്പിക്കുകയും ചെയ്യുന്ന കാറ്റ്. 21 കണ്ടോ? കിഴക്കൻ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പോയി പോകുന്നു, അവന്റെ സ്ഥലത്തു നിന്ന് അത് അവനെ പാറ്റിക്കളയുന്നു. അവന്റെ സ്ഥലത്തു നിന്ന്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ വെറുതെ പാട്ടൊക്കെ അങ്ങ് പാടും. എന്റെ സ്ഥലത്തു നിന്ന് ആര് ചിന്തിച്ചാലും ദൈവം എന്നെ നിർത്തിയെടുത്തൊന്നും പോകത്തില്ല. അത് ചുമ്മാതെ പറഞ്ഞുകൊണ്ട് ചുമ്മാതെ പണിയപ്പോരാ. പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളെ ആക്കിയ സ്ഥലത്ത് നിങ്ങൾ ഉറപ്പിക്കപ്പെട്ടു നിൽക്കണം. അവന്റെ സ്ഥലത്തു നിന്ന് അത് അവനെ പാറ്റിക്കളയുന്നു. അവന്റെ സ്ഥലത്തു നിന്ന് വിട്ടുകൊടുക്കരുത് ദൈവമക്കൾ. ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് 27-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുകയാണ്, കാറ്റ് എന്നിൽ നിന്ന് ചിലതിനെ മോട്ടിച്ചുകൊണ്ടു പോകുന്നു. 21-ാം വാക്യത്തിൽ പറയുകയാണ്, അതെന്റെ സ്ഥാനത്തു നിന്ന് തന്നെ എന്നെ മാറ്റിക്കളയുകയാണ്. നിന്റെ പൊസിഷനെ പൊളിക്കുക. വീണ്ടും അതിന്റെ 30-ാം അധ്യായം ജോബ് 30:15, അവിടെ ഇയ്യോബ് 30:15 അവിടെ പറയുക, ഘോരത്വങ്ങൾ എന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു. അടുത്ത ഒരു ഭാഗം കണ്ടോ? കാറ്റുപോലെ എന്റെ മഹത്വത്തെ പാറ്റിക്കളയുന്നു. എന്റെ മഹത്വത്തെ. 3 കാര്യങ്ങൾ അവിടെ നശിപ്പിച്ചത്. 1, എന്റെ നന്മയെ കവർന്നു. 2, എന്റെ സ്ഥാനത്തെ നശിപ്പിച്ചു. 3, എന്റെ ഗ്ലോറി, എന്റെ മഹത്വത്തെ നശിപ്പിച്ചു. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവം നിങ്ങൾക്ക് നൽകിയ മഹത്വമുണ്ട്. ഒരു ഭർത്താവിന്റെ മഹത്വം അവന്റെ ഭാര്യ, മക്കളുടെ മക്കൾ, മാതാപിതാക്കൾക്ക് ഒരു മഹത്വമാണ്. നരച്ച തല ഒരു മഹത്വമാണ്. നമ്മുടെ പിതാക്കന്മാർ നമുക്കൊരു മഹത്വമാണ്. ദൈവം നമുക്കൊരു മഹത്വം തന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലി നമുക്ക് ദൈവം നൽകിയ ഒരു മഹത്വമാണ്. നമ്മുടെ ഫെലോഷിപ്പ് ദൈവം നമുക്ക് നൽകിയ ഒരു മഹത്വമാണ്. നിങ്ങളുടെ ശുശ്രൂഷ ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു മഹത്വമാണ്. അവിടെ പറയുകയാണ്, എന്റെ മഹത്വത്തെ പാറ്റിക്കളയുന്നു. നമ്മുടെ അഭിഷേകം, എന്റെ ജീവിതത്തിൽ ഏറ്റവും ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ ഗ്ലോറി ആയിട്ട്, എന്റെ ഗ്ലോറി എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ ഏറ്റവും ഇതായിട്ട് പറയും, ദൈവം എനിക്ക് നൽകിയ അഭിഷേകവും വെളിപ്പാടുമാണ് ദൈവം എന്റെ മേൽ വെച്ചിരിക്കുന്ന മഹത്വം എന്ന് ഞാൻ പറയും. ദൈവം എനിക്ക് നൽകിയ അഭിഷേകവും വെളിപ്പാടും. വേറെ ഒന്നും എന്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു നന്മയും ഉയർച്ചയും എനിക്ക് അതിനോട് ഉപമിക്കുവാനേ കഴിയത്തില്ല. ജീവിതത്തിലെ ഒരു യാത്രകളോ ഒരു സംഗതികളോ എനിക്ക് അതിനോട് ഉപമിക്കാനേ കഴിയത്തില്ല.
ഞാൻ ഇന്നും ദൈവസന്നിധിയിൽ നന്ദി പറയാൻ, സ്തോത്രം ചെയ്യാൻ, ആരാധിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ, കർത്താവെ എന്നെ അവിടെ കൊണ്ടുപോയതിന് നന്ദി, എന്നെ ഇവിടെ കൊണ്ടുപോയതിന് നന്ദി. എനിക്ക് അതിനൊക്കെ ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്റെ കണ്ണ് നിറയും. ഞാൻ പലയിടങ്ങളിലും പോയി കാല് ആ മണ്ണിൽ വെക്കുമ്പോൾ ഞാൻ ഒത്തിരി ദൈവത്തോട്, കർത്താവ് ഞാനിതിന് യോഗ്യനല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഡെയിലി ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതൊന്നുമല്ല. ദൈവം എനിക്ക് നൽകിയ നന്മകളെ കാട്ടിലൊക്കെ എനിക്ക് ഏറ്റവും ഉന്നതമായി തോന്നുന്നത് ദൈവം എനിക്ക് നൽകിയ വെളിപ്പാടും ദൈവം എനിക്ക് നൽകുന്ന അഭിഷേകവുമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഏതൊരു ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയാലും എനിക്കൊരു സന്തോഷം ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ഞാൻ വാസ്തവമായിട്ട് പറയാം, എനിക്കൊരു വെളിപ്പാട് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിന്റെ അത്രയും സന്തോഷം ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഒരു ദിവസം 5 വെളിപ്പാടോ 10 വെളിപ്പാടോ നമുക്ക് കിട്ടിയേക്കും. നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് ചിലപ്പോൾ മാസത്തിൽ 1 ആയിരിക്കും. അപ്പൊ സാധാരണമായി ഏതാ നമുക്ക് സന്തോഷം തോന്നേണ്ടത്? പലപ്പോഴും കിട്ടുന്ന ഗിഫ്റ്റാ. പക്ഷെ റിയലി ഈ കഴിഞ്ഞ മാസം എനിക്കൊരു ഷിഫേഴ്സിന്റെ പേന കിട്ടി, എനിക്കൊരു മോംബ്ലാങ്കിന്റെ പേന കിട്ടി. ഈ 2 പേനയും കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ഒരു വെളിപ്പാട് കിട്ടുമ്പോൾ ഇതിനെക്കാട്ടിലും ഭയങ്കരമാണ് എൻ്റെ അകത്ത് കയറി വരുന്ന സന്തോഷം. എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ മഹത്വം നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നാണ്. ആ മഹത്വത്തെ നശിപ്പിച്ചു കളവാൻ നമുക്കെതിരെ കാറ്റുകൾ വരുമ്പോൾ, ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ച് കയറുമ്പോൾ, കർത്താവ് അവരുടെ അടുക്കലേക്ക് വന്നു, പടകിൽ കയറി കാറ്റിനെ ശാസിച്ചു. ഹോ, ശാന്തത വന്നു. നിന്റെ നന്മയെ അപഹരിക്കുന്ന കാറ്റുകളെ ദൈവം അടക്കും. ഞാൻ ഒരു 2 ഭാഗം കൂടെ പറഞ്ഞു, 3 ഭാഗങ്ങളെ പറഞ്ഞു വേഗത്തിൽ നിർത്താം. 78-ാം സങ്കീർത്തനം 39-ാം വാക്യം. ഇന്ന് രാത്രി ദൈവം ആ കാറ്റിനെ, ഈ ഉപവാസ പ്രാർത്ഥനകൾ ദൈവം അതിനെ ശാസിക്കും. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർ ജഡമത്രയെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ് എന്നും അവൻ ഓർത്തു. എന്താണ് ഇവിടെ പറയുന്നത്? അവർ ജഡമത്രേ, മടങ്ങി വരാതെ പോകുന്ന കാറ്റ്. എൻ്റെ സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും അകത്ത് ജഡാഭിലാഷങ്ങൾ, ജഡീക ചിന്തകൾ, ജഡത്തിന്റെ പ്രവർത്തികൾ പൊങ്ങി വരുമ്പോൾ അത് എന്നിൽ നിന്ന് തന്നെ എന്നെ നശിപ്പിക്കാൻ പുറപ്പെടുന്ന കാറ്റാണ്. ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്, ജഡത്തിന്റെ പ്രവർത്തികൾ. ഞാൻ ജഡത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഞാൻ അതിന് ഓരോന്നിനെയായിട്ട് ഞാൻ വിവരിക്കത്തില്ല. ആത്മാവിന്റെ ഫലത്തെ ഞാൻ വേണമെങ്കിൽ വിവരിക്കാം. ജഡത്തിന്റെ പ്രവർത്തികളെ ഓരോന്നായിട്ട് ഞാൻ പറയാറില്ല. നിന്നെ കേൾക്കുന്നതിന്റെ സഹോദരങ്ങളോട് പറയട്ടെ, നമ്മുടെ അകത്തുനിന്ന് ഒരു ജഡത്തിന്റെ പ്രവർത്തി പൊങ്ങിയാൽ, ഒരു ജഡീക ചിന്ത പോയാൽ, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വൈരുദ്ധ്യം അത്രേ. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല. പൗലോസ് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് ആത്മീകന്മാരോട് എന്ന വണ്ണം സംസാരിക്കാൻ കഴിയുന്നില്ല, ജഡീകന്മാരോട് എന്ന വണ്ണമേ സംസാരിക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ അകത്ത് നമ്മൾ ഇതിനെ കുറച്ചും കൂടെ ഡയല്യൂട്ട് ചെയ്ത് പറയാം, ആത്മീകനും അനാത്മീയനും. എൻ്റെ സഹോദരങ്ങളെ, ആത്മീകനും അനാത്മീയനും എന്നുള്ള 2 വിഭാഗമില്ല. ആത്മീകനും ജഡീകനുമേ ഉള്ളൂ. ആത്മീകൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാ? ജഡീകരാ. അതിന് നമ്മൾ കുറച്ചും കൂടി ഇതായിട്ട് പറയും, ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു 0, ഒരു ന്യൂട്രൽ ലെവൽ കൊണ്ടിട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ അത്ര ആത്മീയനൊന്നുമല്ല. എടാ, ആത്മീയൻ അല്ലെങ്കിൽ പിന്നെ തുറന്നങ്ങ് പറ, അവൻ ജഡീകനാണെന്ന് പറ. ഒന്നുകിൽ ഏലിയാവ് പറഞ്ഞതുപോലെ, ഒന്നുകിൽ നിങ്ങൾ ദൈവത്തിന്റെ പക്ഷത്ത് അല്ലെങ്കിൽ ബാലിന്റെ പക്ഷത്ത്. ഇത് രണ്ടിനെയും കൂടെ ഒരു ന്യൂട്രൽ ലൈനിൽ കയറി നിൽക്കാൻ നോക്കാതിരി. അങ്ങനെ ഒരു ന്യൂട്രൽ ലൈൻ ക്രിസ്ത്യാനിറ്റിക്കകത്തില്ല. ഒന്നുകിൽ സ്പിരിച്വൽ, അതർവൈസ് കാണൽ. ഒന്നുകിൽ നിങ്ങൾ ആത്മീകർ അല്ലെങ്കിൽ നിങ്ങൾ ജഡീകർ. ഇതിനിടയ്ക്ക് നമ്മളൊരു ലൈൻ ഉണ്ടാക്കി, അത്ര ആത്മീയ, എൻ്റെ അച്ചായൻ അത്ര ആത്മീകനൊന്നുമല്ല, ഞങ്ങളുടെ പിള്ളേർ അത്ര ആത്മീകരൊന്നുമല്ല. അപ്പൊ അത്ര ആത്മീകരല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം ലെവലോ? അങ്ങനെ ഒരു ന്യൂട്രൽ പൊസിഷൻ നമുക്കില്ലെന്നേ. ഒന്നുകിൽ ആത്മീകൻ അല്ലെങ്കിൽ നമ്മൾ ആരാണ്? ജഡീകൻ. ഒന്നുകിൽ ആത്മാവിന്റെ ഫലം അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തി. ഒന്നുകിൽ ആത്മാവിന്റെ ഹിതം അല്ലെങ്കിൽ ജഡത്തിന്റെ മോഹം. ഒന്നുകിൽ ആത്മാവിന്റെ അഭിലാഷം അല്ലെങ്കിൽ ജഡത്തിന്റെ ഇച്ഛ. ഒന്നുകിൽ ആത്മാവിന്റെ നടത്തിപ്പ് അല്ലെങ്കിൽ ജഡത്തിനും മനോവികാരത്തിനും അനുസരണമായ നടപ്പ്. ജനത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റ് അവരുടെ ജഡത്തിൽ നിന്ന് തന്നെ പോകുന്ന കാറ്റാണ്.
എന്റെ സഹോദരങ്ങളെ, നോഹയുടെ പ്രളയത്തിന്റെ പിമ്പിൽ ഒരൊറ്റ കാരണമാണ് പറഞ്ഞത്. സകല ജഡവും തങ്ങളുടെ വഴികളെ വഷളാക്കി എന്നാണ് പറഞ്ഞത്. ദ ഫിൽത്തിനെസ് ഫ്രം ദ ഫ്ലഷ്, ജഡത്തിൽ നിന്ന് പുറപ്പെട്ട വഷളത്വമാണ് ദൈവം പ്രളയത്തെ വരുത്തുവാൻ കാരണം. സകല ജഡവും എന്റെ മുമ്പിൽ തന്റെ വഴിയെ വഷളാക്കി. ഫിൽത്തിനെസ് ഫ്രം ദ ഫ്ലഷ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നതിന്റെ ദൈവമക്കളോട് പറയട്ടെ, ആമേൻ. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ, മോഹങ്ങളെ, ജഡത്തെ മരിപ്പിക്കുവീൻ. ജഡം കീഴടങ്ങട്ടെ. അത് എങ്ങനെ സംഭവിക്കും? യേശു അവരുടെ അടുക്കലേക്ക് വന്നു, അവരുടെ പടകിൽ കയറി കാറ്റമർന്നു. How much we have the presence of God, how much we are in the presence of God, how much we are intimate with Jesus. അത്രമാത്രം ഈ കാറ്റ് അമരും. എന്റെ സഹോദരങ്ങളെ, ജഡാസക്തി, ജഡചിന്ത, ജഡമോഹം, ജഡത്തിന്റെ പ്രവർത്തികൾ, ദിസ് ഈസ് എ വിൻഡ്, ദിസ് ഈസ് എ സ്റ്റോം, ദിസ് ഈസ് എ ടെമ്പസ്റ്റ്. ഇതിനെ എങ്ങനെ അടക്കാൻ കഴിയും? പൗലോസ് പറയുകയാണ്, ശാരീരിക അഭ്യാസമൊക്കെ ചെയ്താൽ ഇതിനൊന്നും നടക്കത്തില്ല, അല്പ പ്രയോജനമുള്ളതത്രേ. Receive the presence of God. Submit yourself to the presence of God. പഴയ നിയമത്തിൽ പറയുകയാണ്, യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. ഹോളി സ്പിരിറ്റ്, എത്രത്തോളം ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു ചെല്ലുവാൻ കഴിയുമോ? യേശുവിന്റെ ക്രൂശീകരണ വേളയിൽ ഇങ്ങനെയാണ് യോഹന്നാനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അവനും അകലം വിട്ട് യേശുവിനെ ദൂരത്ത് അനുഗമിച്ചു കൊണ്ടേ ഇരുന്നു. ചങ്കോട് ചാരിയിരുന്നവൻ ഇപ്പോൾ വാതിൽക്കൽ നിന്ന് ഇങ്ങനെ യേശുവിനെ ദൂരത്ത് നിന്ന് നോക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവെ, ദൂരത്ത് നിന്ന് എനിക്ക് അങ്ങേ കാണുകയല്ല, എനിക്ക് അങ്ങയുടെ അടുക്കലേക്ക് വരണം. മരത്തിന്റെ മുകളിലിരുന്ന് സക്കായി ദൂരത്തിരുന്ന് കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ യേശു എന്നിട്ട് പറയും, നീ എന്തിനാ ദൂരത്തിരുന്ന് എന്നെ കാണുന്നേ? നമുക്ക് ഒരുമിച്ച് അത്താഴം കഴിക്കാം. Let us join together. എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ ജഡത്തിന്റെ കാറ്റുകൾ അടങ്ങും. അടുത്തതായി നമ്മളെ നശിപ്പിക്കുന്ന ഒരു വല്ലാത്ത കാറ്റിനെ ഞാൻ നിങ്ങളെ കാണിക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. അങ്ങനെ നാം ഇനിയും മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം. കണ്ടോ, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണമേ. മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം, തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. ഇവിടെ ഒരു കാറ്റിനെ കുറിച്ച് പറയുകയാണ്, ദുരുപദേശത്തിന്റെ കാറ്റ്. ഈ ദുരുപദേശത്തിന്റെ കാറ്റ് നമ്മളെ എവിടെ കൊണ്ടിടുമെന്നറിയാമോ? നമ്മളെ വല്ലാത്ത തന്ത്രങ്ങളിൽ കൊണ്ടിടും, കുടുങ്ങിപ്പോകുന്ന തന്ത്രങ്ങളിൽ കൊണ്ടിടും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എന്റെ സഹോദരങ്ങളുടെ അടുക്കലൊക്കെ ഞാൻ പറയുക, നിങ്ങൾ യൂട്യൂബിൽ ഒരു സിനിമ കണ്ടാലും ദയവായി വിമർശനങ്ങളുടെ, ദുരുപദേശങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ കാണരുത്. സിനിമ കാണാനല്ല ഞാൻ പറഞ്ഞത്. സിനിമ കണ്ടാൽ പോലും അത് നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പോകും. പക്ഷേ ദുരുപദേശങ്ങളും വിമർശനങ്ങളും അകത്ത് കയറിക്കഴിഞ്ഞാൽ, അത് നമ്മുടെ മനസ്സിനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചിലർ ഇന്നത്തെ സ്പിരിച്വൽ വേൾഡിൽ, ഇന്നത്തെ ക്രിസ്ത്യൻ വേൾഡിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ് വേൾഡിൽ ഇന്ന് ആരും സിനിമ കാണുന്നില്ല, ആരും സീരിയൽ കാണുന്നില്ല, ആരും കോമഡി പ്രോഗ്രാം കാണുന്നില്ല. പകരം അതിനെക്കാട്ടിലും വിഷമാണ് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാസ്റ്റർ കുറ്റം, ഈ പാസ്റ്റർ കുറ്റം, ആ ഡിബേറ്റ്, ഈ ഡിബേറ്റ്, അവിടുത്തെ ഉപദേശം, ഇവിടുത്തെ ഉപദേശം. ഇതൊരു വല്ലാത്ത കാറ്റാണ്, ഈ പ്രയോജനമില്ലാത്ത കാറ്റ്. എന്റെ സഹോദരങ്ങളെ, ഇസ്ലാമികരെ വെട്ടാൻ നമ്മൾ ഇരുന്ന് പഠിച്ചിട്ട് നമുക്കെന്തോ കാര്യം? അതിന് തക്കവണ്ണം വിളി ലഭിച്ചവർ, അതങ്ങനെ പഠിച്ചവരുണ്ടെങ്കിൽ അവർ ഡിബേറ്റ് ചെയ്തോട്ടെ. നമ്മൾ ഇതെല്ലാം പോയിരുന്നു കേട്ടിട്ട് എന്ത് കാര്യം? യഹോവ സാക്ഷികളെ തെറി വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ട് എന്ത് കാര്യം?
ഇതുവല്ലോ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? ഏതെങ്കിലും തിരുമേനിയുടെ കാശ് പോയതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഏതെങ്കിലും മഠത്തിലെ അനാശാസ്യത്തിന്റെ ഉള്ള കഥയോ ഇല്ലാത്ത കഥയോ വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടിട്ട് എന്ത് കാര്യം? ഏതെങ്കിലും പാസ്റ്ററുടെ മക്കളുടെ കുറ്റം നമ്മൾ കേട്ടിട്ട് എന്ത് കാര്യം? ഉപദേശത്തിന്റെ കാറ്റുകൾ, ദുരുപദേശത്തിന്റെ കാറ്റുകൾ, അടിസ്ഥാനപരമായ ഞാൻ വിശ്വസിക്കുന്നു, ഒരു മർത്തോമായ ഇവാഞ്ചലിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കയറി വരുന്ന ഒരു മനുഷ്യന് പോലും അടിസ്ഥാനപരമായ ക്രൈസ്തവ ഉപദേശങ്ങളെ കുറിച്ച് ഒരു അറിവുണ്ട്. ആ ചിട്ടവട്ടത്തിനകത്തു നിന്ന് ഉയർന്നു വന്ന് ദൈവത്തിന്റെ വചനവുമായിട്ട് കണക്റ്റായി നിൽക്കുക. എന്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം എന്റെ അടുക്കൽ ഒരാൾ വിളിച്ച് എക്സോർസിസവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ഭൂതത്തെ ഇങ്ങനെയൊക്കെയാണ് ഭൂതത്തെ ഇറക്കുന്നത്, ഇങ്ങനെയൊക്കെ ഭൂതത്തെ ഇറക്കാമോ എന്ന്. ഞാൻ സിമ്പിളായിട്ടൊരു, ഞാൻ അത് പരസ്യമായിട്ട് പറയാൻ കഴിയത്തില്ല അതെങ്ങനെയാ ഒരു ഭൂതത്തെ ഇറക്കുന്നതെന്ന്. എന്റെ സഹോദരങ്ങളെ, യേശു എങ്ങനെയാ ഭൂതത്തെ ഇറക്കിയത്? അവൻ വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി. അതിനപ്പുറമായിട്ടുള്ള ഒരു കാര്യവും ഭൂതത്തെ ഇറക്കാൻ യേശു എടുത്തിട്ടില്ല. അടിച്ചിട്ടില്ല, തൊല്ലിയിട്ടില്ല, രഹസ്യഭാഗങ്ങളിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ടില്ല, വേറെ ഒന്നും യേശു ചെയ്തിട്ടില്ല. വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി. എവിടെയെങ്കിലും ഭൂതോച്ചാടനം ഉണ്ടെന്ന് പറഞ്ഞ് ശരീരത്തിൽ പിടിക്കാനും ശരീരത്തിൽ തോണ്ടാനും ദൈവകൃപയ്ക്ക് അന്യമായിട്ടുള്ള ഏതെങ്കിലും പരിപാടി എവിടെയെങ്കിലും നടന്നാൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന എന്റെ സഹോദരങ്ങളെ ഞാൻ കർശനമായി പറയുന്നു, വഞ്ചിക്കപ്പെടരുത്. അനാവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ദൈവകൃപയ്ക്ക് അന്യപ്പെട്ട ഉപദേശങ്ങളിലും ദൈവകൃപയ്ക്ക് അന്യപ്പെട്ടതിലും പോയി ചാടരുത്. അതൊരു കാറ്റാ. ആ കാറ്റ് നിങ്ങളെ എവിടെ കൊണ്ടിടുമെന്നറിയാമോ? മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കൊണ്ടുപോയി നിങ്ങളെ കുടുക്കിക്കളയും. ശതാധിപൻ വന്ന് യേശുവിന്റെ അടുക്കൽ, അതാണ് വിശ്വാസം. ശതാധിപൻ വന്ന് യേശുവിന്റെ അടുക്കൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു വാക്ക് നീ പറ, thy word is enough. thy word is enough. അതാണ് വിശ്വാസം. കർത്താവേ, നിന്റെ വാക്കു മതി, നിന്റെ വചനം മതി. I trust in the word of God. ശതാധിപൻ അതാ പറഞ്ഞത്, I trust in your word. I trust in your word. നിന്റെ വചനം എന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കും. That is faith. അവിടെ യേശു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഇതാണ് വലിയ വിശ്വാസം. What is faith? Faith is trusting in word of God. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ ആത്മാവിനെ നൽകിയതും വീര്യപ്രവർത്തികൾ നടന്നതും എങ്ങനെ? വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലല്ലയോ? നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടന്നത് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലല്ലയോ? സോ preach the word of God. That alone is enough. The word is enough. The word is enough. That alone can do miracles. വചനത്തിന് ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കാൻ കഴിയും. കാരണം എല്ലാ വചനത്തിനകത്തും എന്തുകൊണ്ടെന്നറിയാമോ? ഓരോ തിരുവെഴുത്തും ദൈവത്തിന്റെ each word is breathed by God. അപ്പൊ ഈ വേർഡിനകത്ത് എന്തുകൊണ്ട്? അഭിഷേകമുണ്ട്. എന്റെ സഹോദരങ്ങളെ, വേർഡിനകത്ത് അഭിഷേകമുണ്ടെന്ന്, വേർഡിനകത്ത് അനോയിന്റിംഗ് ഉണ്ട്. സോ ഡിക്ലെയർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തെ വായിച്ചിട്ട് വചനത്തെ ഉറക്ക നിങ്ങളുടെ പ്രശ്നങ്ങളിൽ വിളിച്ചു പറ. ഹോളി സ്പിരിറ്റ്, every word is breathed by God. ദൈവത്തിന്റെ ശ്വാസം. അപ്പം ഈ വചനത്തിനകത്ത് അഭിഷേകമുണ്ട്, വചനത്തിനകത്ത് അധികാരമുണ്ട്, വചനത്തിനകത്ത് സൗഖ്യമുണ്ട്. യേശു വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി, വചനമയച്ചവരെ സൗഖ്യമാക്കി. യേശു ചെയ്തത് മുഴുവനും വാക്കുകൊണ്ടാണ്. യേശു വടിയെടുത്ത് അടിച്ചില്ല, ഉന്തിയില്ല, തള്ളിയില്ല. വചനത്തിനകത്ത് എവരിത്തിങ് വാസ് ദേർ. ദുരുപദേശങ്ങൾക്ക് ഇടം കൊടുക്കരുത്. ഞാൻ പറയട്ടെ, ഒരു പാസ്റ്ററുടെയും കുറ്റം നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. ഒരു പാസ്റ്ററുടെയും വഴികളെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഒരു തിരുമേനിമാരുടെയും ക്രമക്കേടുകളെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഒരു പള്ളിക്കാരുടെയും കുറ്റവും കുറവും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല.
ഖുറാനെ തിരുത്തേണ്ട കാര്യം നമുക്കില്ല. ഭഗവത്ഗീതയെ ആക്ഷേപിക്കേണ്ട കാര്യം നമുക്കില്ല. നമുക്കൊരിതേ ഉള്ളൂ, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. നമ്മളെന്തിനാ വേറൊരുത്തരെ പറയാൻ പോകുന്നത്? നമ്മുടെ കയ്യിലുള്ള സത്യം കാണിച്ചു കൊടുത്താൽ പോരെ, നമ്മുടെ കയ്യിലുള്ള മഹത്വം കാണിച്ചു കൊടുത്താൽ പോരെ. നിങ്ങൾ പുറപ്പെട്ട് ദൈവരാജ്യം പ്രസംഗിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക. എനിക്ക് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിത അറിയത്തില്ല, എനിക്ക് കുമാരനാശാന്റെ വീണപൂ അറിയത്തില്ല, എനിക്ക് വില്യം ഷേക്സ്പിയറിന്റെ റോമിയോയും ജൂലിയറ്റും അറിയത്തില്ല. എനിക്കറിയാം ദൈവത്തിന്റെ വചനം, എനിക്കറിയാം ദൈവത്തിന്റെ വചനം. ട്രസ്റ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് ക്യാൻ ഡു മിറക്കിൾസ് ഫോർ യു. ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് പറയട്ടെ, അതൊരു കാറ്റാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, എന്റെ അടുക്കൽ പറയുന്നവരുടെ അടുക്കലൊക്കെ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ഓഡിയൻസ് അല്ല എന്റെ ഓഡിയൻസ്. രണ്ടാമത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ യൂട്യൂബിൽ ഇവരുടെ ആരുടെയും വീഡിയോ വരാറില്ല. എപ്പോഴെങ്കിലും ഒരെണ്ണം വന്നാൽ പോലും യൂട്യൂബിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, ഡു നോട്ട് റിക്കമെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഡു നോട്ട് റിക്കമെൻഡ് അടിക്കും. എന്റെ യൂട്യൂബിൽ ഇവരുടെ ആരുടെ ഏതും ഒന്നും വരാറില്ല. Once you start seeing this, it will follow you. നിങ്ങളുടെ യൂട്യൂബിൽ ഇതിങ്ങനെ കേറി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? നിങ്ങൾ എവിടെയൊക്കെയോ ഇരുന്ന് ഇതൊക്കെ കാണുന്നത് കൊണ്ടാണ്. യൂട്യൂബിനകത്ത് ഒരു ബട്ടൺ ഉണ്ട്, ഡു നോട്ട് റിക്കമെൻഡ് ദിസ് എന്ന്. ഒന്ന് അടിച്ചു കൊടുക്കുക, 10 വട്ടം അടിച്ചു കൊടുക്കുക. ഇപ്പം വാലും ചുരുട്ടി കൊടുക്കും. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഒരു കാർട്ടൂൺ ഇരുന്ന് കണ്ടാൽ പോലും ഈ സംഗതികൾ കാണരുത്. നിങ്ങളുടെ കാതുകൾ ഒരു മനുഷ്യനെ കുറിച്ച് ലോകത്തിൽ ഒരു മനുഷ്യനെ കുറിച്ചുള്ള തെറ്റുകൾ, ഒരു മനുഷ്യനെ കുറിച്ചുള്ള കുറ്റങ്ങൾ കേൾക്കാൻ നമ്മുടെ കാതുകൾ കൊടുക്കരുത്. അത് ലോക മനുഷ്യരുടേതാകട്ടെ, സഹപ്രവർത്തകരുടേതാകട്ടെ, സഭയിലുള്ളവരുടേതാകട്ടെ, ആരുടേതുമാകട്ടെ, ഒരു മനുഷ്യന്റെ കുറ്റം എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ ഒരു തീരുമാനം എടുത്തു നോക്ക്. ജീവിതത്തിന്റെ ബ്ലെസ്സിങ്ങിനെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. കാറ്റിന്റെ ഒരു കൂടെ പറഞ്ഞ ആ വാക്യം മാത്രം ഞാൻ പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 27:20. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. പ്രതീക്ഷകളെ നശിപ്പിക്കുന്ന കാറ്റ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി. ഈ കാറ്റ് പേടിപ്പിക്കുന്ന കാറ്റാ, കാറ്റ് ഭയപ്പെടുത്തുന്ന കാറ്റാ, കാറ്റ് നിരാശപ്പെടുത്തുന്ന കാറ്റാ. ഈ കാറ്റടിച്ചാൽ ചില കുടുംബങ്ങളിൽ ഡിപ്രഷൻ വരും. ഈ കാറ്റടിച്ചാൽ ചില കുടുംബങ്ങളിൽ ആങ്സൈറ്റി ഉണ്ടാകും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് എവിടെയെങ്കിലും ഒരു ആങ്സൈറ്റി ഡിസോർഡർ, ഒരു ഡിപ്രഷൻ നിങ്ങളെ വേട്ടയാടുന്നെങ്കിൽ, there is an evil wind behind it. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആ കാറ്റിനെ പിടിച്ചു കെട്ടുന്നു. ശബങ്കലം പ്രവാചകം പ്രൗഢി വികർദ്ധനാചരം പ്രൗഢിമേ കത്തുരീനി. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ നഷ്ടപ്പെട്ടു പോയി, അറ്റുപോയി. ഞാനങ്ങ് വീട്ടിൽ പോവാ പാസ്റ്റർ, ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, എന്റെ ഹോപ്പ് എല്ലാം തീർന്നു. എന്താ പറയുന്നതെന്നറിയാമോ? എവിടെയോ ഒരു evil wind is blowing against you. ആരാ പറഞ്ഞ നീ വന്നതുപോലെ കെട്ടും കെട്ടി മടങ്ങി പോകുമെന്ന്? നോ, you shall prevail your troubles. നീ രക്ഷപ്പെടുമെന്നുള്ള ആശ ആരാ കൊണ്ട് കളഞ്ഞത്? ഇന്ന് രാത്രി ആത്മാവിൽ പിടിച്ചു കയറ. ഇല്ല, അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ട് മോറിയ മലയുടെ മുകളിൽ കയറുമ്പോ ഒരു ഉറപ്പോടുകൂടിയാ പോയത്, എന്റെ കുഞ്ഞ് ഈ യാഗപീഠത്തിൽ ചാരമായാൽ ഈ ചാരത്തിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തലമുറകളെ അവൻ എഴുന്നേൽപ്പിക്കും. ഞാൻ വെറും കൈയായി മടങ്ങി വരത്തില്ല. എന്റെ കുഞ്ഞിനെ യാഗമർപ്പിച്ചിട്ട് ആ യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഞാൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, എന്റെ വാഗ്ദാനത്തെ തിരിച്ചു തരുവാൻ. And my God is God of miracles. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. വല്ലാത്ത കാറ്റിനകത്ത് വല്ലാത്തൊരു ഡിപ്രഷൻ കയറി അല്ലേ? ഇനി ഹോപ്പില്ലെന്ന് പറയാ അല്ലേ? ഇത്ര പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്ന് പറയുകയല്ലേ? ഇനി എന്തോ പ്രാർത്ഥിക്കാനാണെന്ന് ചോദിക്കുക അല്ലേ?
നിന്റെ സ്പിരിച്വാലിറ്റിക്കെതിരെ, നിന്റെ വിശ്വാസത്തിനെതിരെ ഒരു വല്ലാത്ത കാറ്റടിക്കുക. അപ്പൊ കർമ്മന സന്തരാതി. ഇല്ല, ഈ കാറ്റിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നേ. ഇല്ല, ഈ കാറ്റിൽ നിന്നെ പറത്തുകളയാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ലെന്നേ. ഇല്ല, ഈ കാറ്റിൽ നിന്നെ പൊളിക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ലെന്നേ. അജനമഹസപ്രൗഢവാനി. നിന്റെ റിസോഴ്സിനെ നശിപ്പിക്കാൻ ഏത് കാറ്റടിച്ചാലും, നിന്നെ മെന്റലി സ്ട്രെസ് ആക്കാൻ ഏത് കാറ്റടിച്ചാലും, നിന്റെ പ്രോഗ്രസിനെ ബ്ലോക്ക് ചെയ്യാൻ ഏത് കാറ്റടിച്ചാലും, നിന്നെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യാൻ ഏത് കാറ്റടിച്ചാലും, നിന്നെ അങ്ങ് കരിയിച്ചു കളയാമെന്ന് പറഞ്ഞ് ഏത് കാറ്റടിച്ചാലും, ചില റൂത്ത്ലെസ് പീപ്പിളുടെ, ചില ക്രൂര മനുഷ്യരുടെ കാറ്റ് നിനക്കെതിരെ അടിച്ചാലും, നിന്റെ മഹത്വത്തെ മോട്ടിച്ചു കൊണ്ടുപോകുന്ന കാറ്റടിച്ചാലും, ചില ജഡീകതയുടെ കാറ്റടിച്ചാലും, ചില ദുരുപദേശത്തിന്റെ കാറ്റടിച്ചാലും, ചില ഡിപ്രഷന്റെ ആൻസൈറ്റിയുടെ കാറ്റടിച്ചാലും, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ലെന്നേ. യേശു അടുക്കൽ ചെന്നു, പടകിൽ കയറി, കാറ്റ് അമർന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത്, ക്രിസ്തുവിന്റെ മഹത്വത്തിനകത്ത് നിന്റെ കാറ്റുകളെ ഒതുക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹോലി സ്പിരിറ്റ്, നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു, നിങ്ങളുടെ കൃപയ്ക്ക് നന്ദി പറയുന്നു, നിങ്ങളുടെ മഹത്വത്തിന് നന്ദി പറയുന്നു. റാഖോലിയ സഭ പ്രൗഢമായി ചില കാറ്റുകളെ ദൈവം ശാസിക്കുന്നത് കൊണ്ട് സ്തോത്രം. കാറ്റുകൾ അടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങ് എഴുന്നേൽക്കുന്നത് കൊണ്ട് സ്തോത്രം. കാറ്റിനെ ശാസിക്കുന്നതുകൊണ്ട് സ്തോത്രം. അത് അമരുന്നത് കൊണ്ട് സ്തോത്രം. വലിയ ശാന്തത വരുന്നത് കൊണ്ട് സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനകളുടെ വരും ദിനങ്ങളിൽ അതിഭയങ്കരമായ ദൈവശക്തിയുടെ ചലനങ്ങൾ സംഭവിക്കട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഓഹോ, വലിയ ദൈവിക വിടുതലുകൾ സാക്ഷ്യം വരട്ടെ. കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കൃപയ്ക്കായി കഞ്ചുന്നു. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. അഭിഷേകത്തിനെയും കുടുംബത്തെയും ദൈവസഭയെയും അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.